അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശി'ത സഹ്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. എന്നല്ല കഴിഞ്ഞ ദിവസം നമ്മൾ 228 ആയത്താണ് കണ്ടത്. ഇന്ന് നമുക്ക് 229 തുടരാം. ഓക്കെ, അത് പറഞ്ഞ പോലെ കുറച്ചൊരു വലിയ ആയത്താണ്, കാര്യമായിട്ട് കുറച്ച് സംസാരിക്കാനുള്ള ഒരു ആയത്തും കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അദബറിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ ആയത്തുകളൊക്കെ നമ്മളെല്ലാവരുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് അല്ലെ, നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട്, ഭാര്യ ഭർത്തൃ ബന്ധം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് നമുക്കൊന്ന് സംസാരിക്കാം. കാരണം പല പല പ്ലെയിനുകളിൽ പല അവസ്ഥകളിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇത് കേൾക്കുന്നത് അല്ലെ. ഓരോരുത്തരുടെ സിറ്റുവേഷനിൽ ഇത് കേൾക്കുമ്പം ഉണ്ടാവുന്ന ഫീലിങ്സ് വേറെ വേറെ ആയിരിക്കും. അപ്പം ഓരോ കാറ്റഗറി ആളുകളും അടുത്തും എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് നിരാശ വരാൻ സാധ്യതയുള്ള ആളുകളുണ്ട്. പല കാരണങ്ങളാലാവാം. ഒരു കാരണം സുബ്ഹാനല്ലാഹ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും ഭംഗിയുള്ള ഹിക്മത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ളത് അല്ലെ. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും. കഴിഞ്ഞ ദിവസം നമ്മൾ പുരുഷന്മാർക്ക് ഖവ്വാം എന്നുള്ള പൊസിഷൻ കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ പല പുരുഷന്മാർക്കും ഒരുപക്ഷെ ആ പൊസിഷൻ കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. അതേപോലെ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചും അല്ലെ, നമ്മൾ അത് ബാലൻസ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ട് പോവുക. സുബ്ഹാനല്ലാഹ്. കാരണം രണ്ടും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടികളാണ്. സ്ത്രീകളാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ഇത്രയും നല്ലൊരു ഹിക്മ, പ്രത്യേകിച്ച് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ തൊലാഖിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ പടച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ടും ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ, എന്നെ എങ്ങനെയാണ്, ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, എത്രത്തോളം നീതിയാണ് എനിക്ക് മിസ്സാവുന്നത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇനിയിപ്പോ ഇത് കേട്ടിട്ട് നാളെ തന്നെ ആരും തൊലാഖിലൊന്നും പോകണ്ട കേട്ടോ. നമ്മളെപ്പോഴും ബാലൻസിനൊക്കെ കാണണം. അപ്പം ഈ നമുക്ക് എത്രത്തോളം നീതി അള്ളാഹു സുബ്ഹാനഹു തആല ഉറപ്പുവരുത്തുന്നുണ്ട്, പക്ഷെ എത്രത്തോളമാണ് എനിക്കത് മിസ്സാകുന്നത് എന്ന് ഒരു പക്ഷെ തോന്നിയേക്കാം. അപ്പം നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് കിട്ടുന്നു, നീതി കിട്ടിയോ ഇല്ലയോ, ഇവിടെ എന്ത് സംഭവിക്കുന്നു ഇല്ല എന്നുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഈ നിയമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നാളെ നമുക്ക് നീതി വിധിക്കുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. യൗമുൽ ഖിയാമയില് അള്ളാഹു സുബ്ഹാനഹു തആല വിധിക്കുന്ന ഒരു നിയമം, ഏത് നിയമത്തിനും ഒരു നിയമപുസ്തകം ഉണ്ടാവും. ഒരു നിയമപുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെ, നമ്മള് ഇന്ത്യൻ കോഡ്സിലാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് വെച്ചിട്ടാണ് അവര് ഓക്കെ നിയമം ഇങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ എന്നാണ് പറയുക അല്ലെ. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല വിധിക്കുക ഈ നിയമങ്ങളെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളോട് അനീതി ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും അനീതി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ നിയമത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അള്ളാഹു അവിടെ വിധിക്കുക. അവിടെ ആർക്കും ഒരു അനീതിയും കിട്ടൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നിരാശ പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൺട്രോളിന് പുറത്തുള്ള കാര്യങ്ങളിൽ കുറിച്ച് ആരും നിരാശപ്പെടണ്ട, അല്ലെങ്കിൽ നമ്മുടെ അറിവിന്റെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ആരും നിരാശപ്പെടണ്ട. അള്ളാഹു സുബ്ഹാനഹു തആല എന്നോടാണ് എന്റെ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുക അല്ലെ. ഞാൻ എന്ത് ചെയ്തു എന്ന് അവരോട് ചോദിക്കില്ല. അപ്പം നമ്മൾ എത്രത്തോളം അറിയുന്നോ അത്രത്തോളം ബെസ്റ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണോ, ഏത് അറിവാണോ എപ്പോഴാണോ എനിക്ക് കിട്ടിയത് അതിനനുസരിച്ച് ആ അറിവ് കിട്ടിയത് മുതൽ നമ്മളെ സൈഡിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ നോക്കുക. അതാണ് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക. അത് ആ നിയമപുസ്തകത്തിനനുസരിച്ചാണ് വിധിക്കപ്പെടുക. അപ്പൊ അത് അറിഞ്ഞിട്ടും തെറ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നിരാശപ്പെടേണ്ടത്, അല്ലാതെ നമ്മളോട് ചെയ്യപ്പെടുമ്പോഴല്ല എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ അനീതി ചെയ്യപ്പെട്ടവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനീതികൾ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന എന്നാൽ ഒരു സ്റ്റാൻഡ് എടുക്കാൻ, പൊസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അറിവിനനുസരിച്ച് നിങ്ങൾ ബെസ്റ്റ് പ്രവർത്തിക്കുക. പ്ലസ് നിങ്ങളുടെ ഹൃദയം
വിശാലമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് വേണ്ടി കൂടെ ദ്വാ ചെയ്യുക. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൂടെ വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. അത് ആ രീതിയിലുള്ള ഒരു വിശാലതയിലേക്ക് നമ്മുടെ ഹൃദയം സാധിക്കെങ്കിൽ മാത്രം കേട്ടോ. അല്ലാതെ ഹൃദയ വിശാലം അല്ലാണ്ട് നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞൊന്നും ആരും അതിന് നിൽക്കണ്ട, അത് ഭയങ്കര പ്രയാസമാവും. പക്ഷെ ആ രീതിയിലുള്ള ഒരു വിശാലതയിലേക്ക് നമ്മൾക്ക് എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അടുത്ത ലെവലിലേക്ക് പോവാണ്. അത് നമുക്കാ ഗുണം ചെയ്യുക അവരെക്കാൾ. ഓക്കെ, ഇനി ഇതുപോലെയുള്ള നിയമങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നെ നമുക്കിതൊന്നും മുമ്പേ അറിയില്ലായിരുന്നു അല്ലെ, പല കാര്യങ്ങളും നമുക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്കിങ്ങനെ അതിന്റെ ജസ്റ്റ് ഒരു എന്താ പറയാ നിയമങ്ങൾ മാത്രം അറിഞ്ഞ അതിന്റെ ഹിക്മത്ത് എന്താണ്, അതിന്റെ ഭംഗി എന്താണെന്ന് അറിയില്ലായിരുന്നു. അതിന്റെ പേരിൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ പേരിലും ഒരു പക്ഷെ നമ്മൾ കുറെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും അല്ലെ. നമ്മളെല്ലാവരും തന്നെ ഈ കാര്യങ്ങളിൽ പലതും ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് ഇപ്പൊ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോഴും നിരാശപ്പെടേണ്ട. നമുക്ക് ഇന്നലെ നമ്മുടെ റിഫ്ലക്ഷൻസിൽ താഹിറത്ത പറഞ്ഞ പോലെ തൗബയുടെ വാതിൽ അവിടെ ഓപ്പൺ ആണ് അല്ലെ. അപ്പം തൗബ ചെയ്ത് മടങ്ങാം, റിപ്പീറ്റ് ചെയ്യാതിരിക്കുക അത്തരം തെറ്റുകൾ. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും ചാൻസ് ഉള്ളവരാണെങ്കിൽ, കാരണം ഈ പറഞ്ഞ പോലെ ചാൻസ് ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളും ഉണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ, ഒരു പക്ഷെ അല്ലോ എന്റെ അവസരം നഷ്ടപ്പെട്ടല്ലോ, എന്റെ സമയം നഷ്ടപ്പെട്ടല്ലോ, ഇനി എനിക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളവരും നിരാശപ്പെടേണ്ട. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെക്കാം. തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെക്കാം. പിന്നെ പൊതുവെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആകുന്ന ഒരായത്താണ് അല്ലെ. ഏതൊരു സ്ത്രീ അവളുടെ പുരുഷനെ, അതായത് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മരിച്ചാൽ സ്വർഗത്തിൽ അവൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം പലപ്പോഴും നമ്മൾ അതൊരു വേൾഡ്ലി സ്റ്റാൻഡേർഡിൽ, ഐഹികമായ സെൻസിൽ അതിനെ എടുക്കാറുണ്ട് അല്ലെ. അതായത് ഭർത്താവ് എന്ത് പറഞ്ഞാലും, ഈവൻ അതൊരു തെറ്റാണെങ്കിലും തിന്മയാണെങ്കിലും അതും അനുസരിച്ചുകൊണ്ട്, അതും ചെയ്തുകൊണ്ട് അവന്റെ തൃപ്തി നേടുക എന്നുള്ള ഒരു അങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നുള്ള ആ ഒരു ബാലൻസിന്റെ ഒരു പ്രശ്നം നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അപ്പം അതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഭർത്താവിന്റെ തൃപ്തി നേടേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഇതുവരെ കണ്ട ആയത്തുകൾ വെച്ചിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ക്ഷമ അല്ലെ, അല്ലെങ്കിൽ നീ ഭർത്താവിന്റെ അടുത്ത് അദ്ദേഹം ഖവ്വാമാണ് എന്നുള്ള ആ ഒരു എക്നോളജ്മെന്റ്, അതനുസരിച്ചിട്ട് നമ്മൾ അല്ലെ ഒരു ലീഡറിന്റെ ഫോളോവർ പോലെ നമ്മൾ ജീവിച്ചാൽ തന്നെ സുബ്ഹാനല്ലാഹ് പകുതിയിലധികം പ്രശ്നങ്ങൾ അവിടെ തീരും. ആ ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ അധികം പ്രശ്നങ്ങൾ അവിടെ തീരും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ഭർത്താവിനോട് അനുസരണ കാണിച്ചു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ അവിടെ തീരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അള്ളാഹ് കൽപ്പിച്ചതിനനുസരിച്ച് ജീവിച്ചിട്ടാണ് ഈ ഭർത്താവിന്റെ തൃപ്തി നേടേണ്ടത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ജീവിച്ചുകൊണ്ട് ഇഹ്സാൻ ചെയ്തു കഴിഞ്ഞാൽ അത് മതി. ഓക്കെ, പിന്നെ നമ്മൾ അതനുസരിക്കണോ ഇതനുസരിക്കണോ മറ്റേത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള ബേജാറ് നമുക്ക് ആവശ്യമില്ല. ആ ഒരു ലെവലിൽ നമുക്കൊരു ഇഹ്സാൻ കാണിക്കാൻ പറ്റിയാൽ, അവരിനി നമ്മളുടെ അടുത്ത് ഏത് രീതിയിൽ പെരുമാറുന്നവരാണെങ്കിലും സ്ലോലി അതിനെ മാറ്റി കൊണ്ടുവരാൻ നമ്മൾക്കൊണ്ട്, നമ്മുടെ മാനറിസം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് പറ്റും. ഇനി അടുത്ത ഒരു ഇത് ഉൾക്കൊള്ളേണ്ട അടുത്തൊരു ലെവൽ ആസ്പെക്ട് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഇൽമ് പാസ് ഓൺ ചെയ്യണം. എത്രത്തോളം നമ്മളെ കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം. ഓക്കെ, കാരണം ഇത് നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്കുണ്ടായ നഷ്ടം എന്താന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പം സുബ്ഹാനല്ലാഹ് ഈ ശരിക്കും മനസ്സിലായ ആളുകളാണ്. അപ്പൊ അതുപോലത്തെ നഷ്ടം മറ്റുള്ളവർക്ക് ഉണ്ടാക്കിക്കൂടാ. കഴിയുന്നതും ഇങ്ങനെയുള്ള അറിവുകൾ നമ്മളുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞെത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയും എത്തിക്കുക. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് രക്ഷയില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദ്വാ ചെയ്യുക, ഈ ഇൽമുകളൊക്കെ പരമാവധി ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം ഒരുപക്ഷെ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ബ്രോക്കൺ ആയിരിക്കുന്നത് ദീനിപരമായിട്ട് നോക്കുമ്പോൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവാഹ ജീവിതമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭയങ്കര ഡീറെയിൽഡ് ആയിട്ട് ആളുകൾ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. പിന്നെ മാഷാഅല്ലാഹ് പലരും ഈ ലെസൺസ് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് ഉൾക്കൊണ്ട് ജീവിച്ച് അവരുടെ ജീവിതം അതിനനുസരിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് തുടങ്ങിയ ആളുകളുണ്ട് ഓൾറെഡി. ബാറക്കല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അവരെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിലും അതേപോലെ അതിനേക്കാളും കൂടുതൽ തൃപ്തിയിൽ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ. എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല ഒരുമിപ്പിക്കട്ടെ. ഇന്നലെ ഒരു സിസ്റ്റർ ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ എനിക്ക് ഷെയർ ചെയ്യുണ്ടായി. 20 വർഷത്തെ ക്ഷമ. ശരിക്കും ഇവിടെ പലരും ഇതുപോലെ 20, 30, 40, 50 വർഷത്തെ ക്ഷമ കാണിച്ചവരായിരിക്കും. പക്ഷെ ആ ക്ഷമ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് കാണിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഭംഗി ഭയങ്കര വ്യത്യാസമാണ്. മറ്റത് നമ്മൾ സഫർ ചെയ്തിട്ടില്ലേ, ഞാൻ എത്ര കൊല്ലമായി ക്ഷമിക്കുന്നു എന്ന് നമ്മൾ പറയെങ്കിലും എത്ര കൊല്ലമായി സഹിക്കുന്നു എന്നാണ് നമ്മൾ അറിയാതെ പറയുന്നത്. എന്നിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ കാലക്രമേണ സിറ്റുവേഷൻസ് മാറി വന്നവരുടെ കഥകൾ ഒരു പക്ഷെ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. പക്ഷെ 20 കൊല്ലത്തോളം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട്
ക്ഷമിച്ച് ജീവിച്ചതിന്റെ പേരിൽ ജീവിതം ഭയങ്കര അതിമധുരമായ മാറിയ ഒരു കഥ ഒരു സിസ്റ്റർ പറയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അസൂയ പോലും തോന്നിയേക്കാവുന്ന രീതിയിൽ. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ ബാരിക് ലഹുമ. അപ്പം അങ്ങനെയും ഉണ്ട് കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് വലിയൊരു മാതൃകയാണ്. അത് പേഴ്സണലായിട്ട് ഷെയർ ചെയ്തതാണെങ്കിൽ ഞാൻ ഇവിടെ പറയാൻ കാരണം അങ്ങനെയും സംഭവിക്കും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗതുല്യമായിട്ടുള്ള ദാമ്പത്യം ഭൂമിയിൽ തന്നെ നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയും ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതൊരു പേഴ്സണൽ റിഫ്ലക്ഷൻ ആണെങ്കിൽ പോലും ഷെയർ ചെയ്തത്. ഓക്കെ. പിന്നെ വിവാഹം ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീസെന്റ് മാരീഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളണം എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ഹംദ്. സുബ്ഹാനല്ലാഹ്, ഈ അറിവ് എനിക്ക് എത്തിച്ചു തന്നല്ലോ അല്ലെ, ഏറ്റവും ബെസ്റ്റ് സമയത്താ. കാരണം ഇവിടെ പലരും ഉണ്ട് അല്ലെ, ഈ ഒരു അവസരം കിട്ടാത്തവർ, അല്ലെങ്കിൽ ഈ അറിവ് കിട്ടിയിട്ടും അതിനെ പ്രാക്ടിക്കൽ ആക്കാനുള്ള അവസരം ബാക്കിയില്ലാത്തവര്, അല്ലെങ്കിൽ അവരുടെ പ്രായം കഴിഞ്ഞു പോയവര്, ഭർത്താവ് മരിച്ചു പോയവര്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഇത്രയും വലിയ ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ എൽമ കൊണ്ട് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലെ. അത് അറിവ് കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനും അതുവഴി സ്വർഗം നേടാനും, ശരിക്കും അത് മതി സ്വർഗം നേടാൻ അല്ലെ. അപ്പം ഇത്രയും നല്ലൊരു അവസരം തന്നതിന് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലെ. ജീവിതം കൊണ്ട് നന്ദി കാണിക്കാം അള്ളാഹ്ക്ക്. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനും ക്ഷമയ്ക്കും വേണ്ടി ദുആ ചെയ്യുക, പ്രവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും എളുപ്പമാക്കി നൽകട്ടെ. ഞാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാതരം കോണ്ടെക്സ്റ്റുള്ള ആളുകളെയും എടുത്ത് ഞാൻ ഇവിടെ അതെങ്ങനെ ഉൾക്കൊള്ളേണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും മിസ്സായി പോയാൽ നിങ്ങൾ റിഫ്ലക്ഷൻസിൽ ഷെയർ ചെയ്യാം. നമുക്കത് നാളെ പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആയത്ത് തുടങ്ങാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂടുതലും ത്വലാഖിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ. ത്വലാഖ് എങ്ങനെ കൊടുക്കണം, ത്വലാഖിന് ശേഷം എന്താ സംഭവിക്കുക, അതിന്റെ പ്രോപ്പർ പ്രൊസീജിയർ എന്താണ്, അല്ലെങ്കിൽ ത്വലാഖിന് ശേഷം കുട്ടികൾക്ക് എന്ത് സംഭവിക്കും, പുരുഷൻ എങ്ങനെ ത്വലാഖ് കൊടുക്കാം, സ്ത്രീക്ക് എങ്ങനെ ത്വലാഖ് ഡിവോഴ്സ് വാങ്ങാം, അങ്ങനെയുള്ള പ്രൊസീജിയറുകളെ കുറിച്ചൊക്കെ നമ്മൾക്ക് ഇനി അങ്ങോട്ട് പഠിക്കാം. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ നിക്കാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ശരിക്കും നമ്മുടെ ദീൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് വേ ആണ് അല്ലെ, ജീവിതത്തിന്റെ ഫുൾ എൻഡ് ടു എൻഡ് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഉള്ള, ക്ലിയർ ആയിട്ട് ഹിദായത്തുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ ദീൻ. സുബ്ഹാനല്ലാഹ്. എങ്ങനെ അല്ലെ, ഏത് തരത്തിലുള്ള ആളുകളെ വിവാഹം ചെയ്യണം, എങ്ങനെ വിവാഹം ചെയ്യണം, ഇനി വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം ഒക്കെ നമുക്ക് സുബ്ഹാനല്ലാഹ് അത്രയും വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം ഒരു കുടുംബം അല്ലെ, അത് ഉണ്ടാവുകയും ചെയ്യാം, ബ്രേക്ക് ആവുകയും ചെയ്യാം. രണ്ടാളുകൾ ഒന്നിച്ചു വരാം, അവർക്ക് ഒന്നിച്ചു നിൽക്കാം, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പോവുകയും ചെയ്യാം. പക്ഷെ അതിനൊക്കെ ഒരു രീതിയുണ്ട് അല്ലെ. പലപ്പോഴും സുബ്ഹാനല്ലാഹ് രണ്ടുപേരും ഒന്നിച്ചു ചേരുമ്പം അവർ തമ്മിൽ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവാതെ വരും. അവരുടെ അല്ലെ എന്തെങ്കിലും റീസൺ കാരണം അവർ തമ്മിൽ ആ ഒരു ബോണ്ടിങ് വർക്ക്ഔട്ട് ആവാത്ത സിറ്റുവേഷൻ വളരെ നോർമലാണ്. കാരണം നമ്മൾ മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറൈറ്റീസ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഓരോരുത്തരുടെ ചിന്തകളും ബാക്ക്ഗ്രൗണ്ട്സും എക്സ്പെക്ടേഷൻസും അറിവും പ്രാക്ടീസും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ പലപ്പോഴും ഏത് രണ്ടുപേര് വരുമ്പം അത് വർക്ക്ഔട്ട് ആവാത്ത സിറ്റുവേഷൻസും വരാം. അതിന്റെ അർത്ഥം ആ രണ്ടുപേരും ഭൂലോക കുറ്റവാളികളാണെന്നല്ല. ഓക്കെ. അവർ ഭയങ്കര മോശമായ തിന്മ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇവൻ ഒരാൾ അത്രയും മോശപ്പെട്ട ആളാണെന്നല്ല. കാരണം മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. അങ്ങനെ ഡിവോഴ്സ് വന്നു കഴിഞ്ഞാൽ ആരാ കുറ്റക്കാരെന്ന് തപ്പലും അത് സംസാരിക്കലും അതിനെക്കുറിച്ച്, അത് എത്ര കാലം അവരുടെ ഇടയിൽ ആ പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാലും അവരെ പോലും അതിനെ മറന്നാലും അതിനെക്കുറിച്ച് വീണ്ടും 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 സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വളരെ നല്ല രണ്ടാളുകൾ ഒന്നിച്ചു വന്ന് അവർക്ക് ഒന്നിച്ച് ജീവിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും വരാം. എന്തെങ്കിലും ഒരു കാരണം ആയിക്കോട്ടെ, എന്ത് കാരണവും ആയിക്കോട്ടെ. ഓക്കെ. ഇപ്പൊ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ചിലപ്പം ചില ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ചില ആളുകൾ, അവരുടെ അടുത്ത് നമ്മൾ എപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാലും അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് നമ്മളൊക്കെ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ ഞാൻ എന്ത് നല്ലത് പറഞ്ഞാലും അവർ മോശമായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിനകത്തുള്ള കാര്യമാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ, നമുക്കിപ്പം 3, 4, 5 കുട്ടികളുടെ കാര്യം ഏതെങ്കിലും 1, 2 എപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തല തിരിഞ്ഞാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല, അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുള്ള സിറ്റുവേഷൻ വരും അല്ലേ. അതെന്താ, അത് ആ രണ്ടാളുകൾക്ക് ഒന്നിച്ചു പോവാൻ പറ്റാത്തത് കൊണ്ടാണ്. അവര് വളരെ ഡിഫറെന്റ് ട്രാക്കിലുള്ള, അല്ലെങ്കിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ആൾക്കാരായത് കൊണ്ടാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ ഭയങ്കര കുറ്റവാളിയാണെന്നോ അല്ലെങ്കിൽ അവർ ഭയങ്കര കുറ്റവാളിയാണോ എന്നാണോ? അല്ല അല്ലെ, ആവണമെന്നില്ല. ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ കുറവുകളുണ്ട്.
രണ്ടുപേര് ഒന്നിച്ചു പോകുന്നില്ല എന്നതിന്റെ അർത്ഥം അതിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ അതിമോശമായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റവാളികളായിട്ടുള്ള തിന്മ മാത്രം ചെയ്യുന്ന ആളുകളാണെന്നല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏതെങ്കിലും രണ്ടുപേര് ഡിവോഴ്സിന് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഒരാൾക്ക് ഡിവോഴ്സ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ വളരെ മോശപ്പെട്ട ആൾക്കാരാണ്, തിന്മ മാത്രം ചെയ്യുന്ന ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ അവർ ഒരു തരത്തിൽ നന്മയില്ലാത്ത സച്ചരിതരല്ലാത്ത ആൾക്കാരാണെന്നോ അല്ല. ഇതിനൊരു സൈഡ് നോട്ട് ഞാൻ പറയാണ്. ഈ വിവാഹമായിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഒന്നും വിട്ടിട്ട് നമ്മുടെ പൊതുവെയുള്ള, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ, രണ്ടാളുകൾ തമ്മിൽ നല്ല ഒരു ബോണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ വിചാരം അവര് തമ്മിൽ എപ്പോഴും പേഴ്സണൽ മാറ്റേഴ്സും ഇഷ്യൂസും അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും അല്ലെങ്കിൽ മറ്റ് ഇതുപോലെയുള്ള ഒരു ഒരു ഉപകാരവും ഇല്ലാത്ത ലഘുവായിട്ടുള്ള കാര്യങ്ങളും സംസാരിച്ചാൽ രണ്ടുപേരും തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അല്ലെ. അതുപോലെയുള്ള വേറൊരു നോഷനാണ്, ഒരു സമൂഹത്തിലുള്ള പൊതുവെയുള്ള ഒരു ധാരണയാണ് ഒരു ഡിസഗ്രിമെന്റ്. ഓക്കെ, രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഡിസഗ്രിമെന്റ്, ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ വിയോജിപ്പ് ഉണ്ടാവാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് വേറൊരാളുമായിട്ട് വിയോജിപ്പാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വളരെ മോശക്കാരനാണ് അല്ലെങ്കിൽ മോശക്കാരിയാണെന്നാണ്. അതേപോലെ അവര് തിരിച്ചും. ഓക്കെ, ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനകത്ത് രണ്ടുപേരും ഇപ്പം ഏത് പാർട്ടിയുടെ അടുത്താണ് നമുക്ക് ഉണ്ടാകുന്നത്, എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി വളരെ മോശമാണെന്ന്. നമുക്ക് ഒരിക്കലും സുബ്ഹാനല്ലാഹ് ഒരു ഫ്രണ്ട്ലി ഡിസഗ്രിമെന്റ് എന്താന്ന് പോലും നമുക്ക് അറിയൂല. ഫ്രണ്ട്ലി ഡിസഗ്രിമെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റേ നമുക്കറിയില്ല. അതുപോലെ രണ്ട് പാരലൽ ആയിട്ടുള്ള നല്ല വഴികൾ ഉണ്ടാവാമെന്ന് നമുക്ക് അറിയേയില്ല. സുബ്ഹാനല്ലാഹ്. കാരണം ആരെങ്കിലും ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ പിന്നെ അവര് മോശക്കാരായി. അവരെ കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ത്രില്ലാണ്. അത് നമ്മൾ ഭയങ്കര നല്ല ആൾക്കാരാണെന്ന് നമുക്കിങ്ങനെ വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമാണ് ഈ അവരെ മോശക്കാരാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ തന്നെ ദീനിലും അല്ലെ പല പല ഗ്രൂപ്പുകളുടെ കാര്യം വരുമ്പോൾ അത് എന്താ പേരുള്ള എന്താണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ എന്നല്ല, കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളാണെങ്കിൽ പോലും ഒരു രണ്ട് സഹോദരിമാർ ദീനിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും അവർ രണ്ടുപേരും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് പാർട്ടിയും വിചാരിക്കും ഞാൻ ശരിയാണ്, ഞാൻ മാത്രമേ ശരിയുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാണ്, ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രമേ ശരിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. രണ്ട് ഗ്രൂപ്പ്, രണ്ട് ടീം, രണ്ടാളുകൾ ഒരേ പ്രിൻസിപ്പിൾ, ഒരേ അടിസ്ഥാനം വെച്ചിട്ട് രണ്ട് വ്യത്യസ്തമായ വഴികളിൽ വർക്ക് ചെയ്യാന്നുള്ളത് പോസിബിൾ ആണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് എപ്പോഴും ഞാൻ ശരിയാണ് അവര് തെറ്റാണെന്നുള്ളത് പ്രൂവ് ചെയ്യുകയും വേണം, അത് പരത്തുകയും വേണം. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത്, നമ്മളുടെ ജീവിതങ്ങളിലൊക്കെ നടക്കുന്നത് മായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. എനിക്ക് തന്നെ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ഒരുപാട് ക്രിറ്റിസിസംസ് ഈ ഒരു ഫീൽഡിൽ വരാറുണ്ട് ദീനിന്റെ. കാരണം ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചും തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും വരും. അത് ശീലമുള്ളവർക്കൊക്കെ അറിയാം, എപ്പോഴും വരും. അപ്പം അതിന് എടുക്കാൻ തോന്നിയിട്ടുള്ള ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, ആരും നമ്മളെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ എതിർക്കുന്നതിനേക്കാൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കറക്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുകയും വേണം. കാരണം നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. പക്ഷേ ആരും നമ്മളെ എതിർക്കാൻ വരുമ്പോഴും നമ്മളുടെ ഒരു പോയിന്റ് ഉണ്ട്, അതിനപ്പുറത്തേക്ക്, അത് നമ്മൾ കൺവിൻസ്ഡ് ആവാത്ത ഒരു പോയിന്റ് വരും. അത് വരും കാരണം നമ്മൾ പെർഫെക്റ്റ് അല്ല, നമ്മളുടെ അറിവ് പെർഫെക്റ്റ് അല്ല, നമ്മളുടെ തോട്ട് പ്രോസസ്സ് ഒരു പക്ഷെ അവർ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ നമ്മളുടെ അറിവും നമ്മളുടെ ചിന്തയും നമ്മളുടെ ലെവലും ഒരു പക്ഷെ അതിനോട് എത്താത്തത് കൊണ്ട് അവർ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിട്ടായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഡിസഗ്രിമെന്റ് വരുമ്പോൾ അത് എനിക്ക് കൂടുതൽ നെഗറ്റീവ് ആയിട്ട് പോവുകയാണെങ്കിൽ, എൻ്റെ നല്ല പ്രവൃത്തികളെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അത് എന്നെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇഗ്നോർ ചെയ്തിട്ട് മാറി നിൽക്കാം. അല്ലാതെ ഇവിടെ ഞാൻ ശരിയാ നിങ്ങൾ തെറ്റാ, ഞാൻ ശരിയാ നിങ്ങൾ തെറ്റാന്ന് നമ്മളിങ്ങനെ തെളിയിക്കാൻ പോയി കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് സ്പ്ലിറ്റായി നമ്മുടെ ഇബാദത്തുകൾ വെറുതെ ആവും. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണത്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എപ്പോഴും അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഞാൻ ശരിയാ നീ തെറ്റാ പോയിന്റ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ വജ്ഹത്തുവിന് പകരം നമ്മൾ പറയുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തോണ്ട് ഇത് ശരിയാണ്, അവൾ അങ്ങനെ ചെയ്തോണ്ട് അത് തെറ്റാണെന്നായിരിക്കും. നമ്മൾ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് മൂവ് അവേ, വാക്ക് അവേ, ഒരു കുഴപ്പമില്ല. അവിടെ നമ്മൾ ശരിയാന്ന് തെളിയിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ശരിയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമയമെടുത്ത് നമുക്ക് കാണിച്ചു തരും ആരാ ശരി ആരാ തെറ്റ്. രണ്ടും ശരിയാവാം, ഒരു പ്രശ്നമില്ല. ഒന്ന് ശരിയാണെങ്കിൽ മറ്റേ തെറ്റായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പം ഫ്രണ്ട്ലി ഡിസഗ്രിമെന്റ്, സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചേ മതിയാവും. റെസ്പെക്റ്റോടു കൂടി വാക്കൗട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചേ മതിയാവും. കാരണം നമുക്ക് ഏറ്റവും മോശപ്പെട്ട ആളുകൾക്ക് വേണ്ടി പോലും കൺസേൺ ഉള്ള ആളുകളായിരിക്കണം ശരിയായ മുസ്ലിം.
ഏറ്റവും മോശപ്പെട്ട, സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഒരു സഹോദരി വന്ന് എൻ്റെ അടുത്ത് പറയണ്ടായി, അവരുടെ ബന്ധുവാണ്, അതായത് പറഞ്ഞു വന്ന അവരുടെ അമ്മാവിന്റെ മകനെങ്ങാനുമാണ് ഇന്നാള് തിരുവനന്തപുരത്ത് നടന്ന കൂട്ടക്കൊലപാതകത്തിലുള്ള പ്രതി, ചെറിയ മോൻ അഫാൻ. സുബ്ഹാനല്ലാഹ്, അവർക്ക് അവരെ കുറിച്ചുള്ള കൺസേണും വിഷമവും ദ്വായും നസീഹത്ത് നടത്താൻ ശ്രമിച്ചതും ഒക്കെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ അങ്ങനെ ആയിരിക്കണം. ആ കുട്ടീനെ നരകത്തിലേക്ക് വിടാമെന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ പിന്നെ എന്ത് ദീന, എന്ത് ദാവയാ നമ്മൾ നടത്തുന്നത്, അല്ലെ? അപ്പം നമ്മൾ എത്ര എതിർക്കുന്ന ആളുകൾക്കും നമ്മളുടെ മനസ്സിൽ ഒരു കൺസേൺ അവിടെ ബാക്കി ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ വാദപ്രതിവാദത്തിനും തർക്കത്തിനും ഞാൻ ശരിയാ നീ തെറ്റാ പോയിന്റിനും നമ്മൾ പോവില്ല. അവർക്ക് എക്സ്ക്യൂസ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പറ്റുമെങ്കിൽ അവര് ഇത് പറയാനില്ലെങ്കിൽ അവര് മോശമാണെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം ഞാൻ തന്നെയാണെന്നുള്ള ഉത്തരവാദിത്വം നമ്മളെ തലയിലുണ്ടാവും. അതായത് എന്തെങ്കിലും രീതിയിൽ എനിക്ക് അവർക്കൊരു ദാവ കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടല്ലേ അവരിങ്ങനെ ആയത്. നമ്മളെ കുടുംബത്തിലൊക്കെ പലരും പല തെറ്റുകളും ചെയ്യുമ്പോൾ നമുക്കതൊരു ഹരമാണ്, കൂടുമ്പം അത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരിങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടല്ലേ, എന്റെ ജീവിതം കൊണ്ട് ഞാൻ ദാവ ചെയ്യാഞ്ഞിട്ടല്ലേ. നമ്മൾ ആ ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നു. പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, പിന്നെ നമ്മളാ കുറ്റക്കാര്. ഓക്കെ, അപ്പം നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ലി ഡിസഗ്രിമെന്റ് എന്നുള്ള ഒരു പാർട്ട്, മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പം ആ തെറ്റിൽ ഒരു ചെറിയ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള ഒരു ചിന്ത, അതൊക്കെ നമുക്ക് കുറെ, സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇബാദത്തുകളെ പോലും കുറെ എളുപ്പമാക്കും, നമ്മളെ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും, ചിന്തകളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും. ഇനി ഇതിന്റെ വേറൊരു ആംഗിളാണ്, നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒരു കാര്യം, ഓക്കെ, കിട്ടാത്ത എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പിന്നെ ആ കാര്യം മോശമാവാം. ഇപ്പൊ ഒരു പ്രപ്പോസൽ, ഒരു പെൺകുട്ടിക്ക് പ്രപ്പോസൽ നോക്കുകയാണ്, ഒരു പയ്യന് പ്രപ്പോസൽ വന്നു, സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും രീതിയിൽ അത് വർക്ക് ആയില്ല നോക്കാം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും വർക്ക് ആയില്ല. പിന്നെ നമുക്ക് അത് വർക്ക് ആവാത്തത് ഇല്ല, അത് നമുക്ക് സെറ്റ് ആയില്ല എന്ന് പറയാൻ നമുക്ക് പറ്റൂല. നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റം അവരെ കുറിച്ച് കണ്ടുപിടിക്കണം, ആ ആൺകുട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ കുടുംബത്തിനെ കുറിച്ചോ. അവരത്ര മോശക്കാരായതുകൊണ്ട് നമുക്കത്, അല്ലെ, അവര് മോശക്കാരായതുകൊണ്ട്, സുബ്ഹാനല്ലാഹ്, നമുക്ക് കിട്ടാത്തത് നമുക്ക് ഹൈറാണെന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് വർക്കായില്ല, അത് നമുക്ക് ഹൈറല്ല, അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ മോള് സുബ്ഹാനല്ലാഹ് ഈ വർഷം നീറ്റ് എൻട്രൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മെഡിസിന് ഭയങ്കര ആഗ്രഹം. അപ്പം ഏകദേശം എക്സാം എഴുതി കഴിഞ്ഞ് ഭയങ്കര ടഫായപ്പോൾ ആൾക്കാർക്ക്, നമുക്ക് പൊതുവെ മനസ്സിലായില്ല അവർക്ക് മെഡിസിൻ MBBS കിട്ടാൻ പോണില്ല. അതിനുശേഷം ആരുടെ എന്ത് സംസാരിക്കുമ്പോഴും മെഡിസിൻ ഭയങ്കര മോശമാണെന്നുള്ള സംസാരം ഞാൻ കേൾക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, MBBS അങ്ങനെയാണ്, MBBS ഇങ്ങനെയാണ്. എൻ്റെ മോൾക്ക് ഒരു പക്ഷെ അത് ഹയറാവില്ല. ഞാൻ അവളുടെ അടുത്ത്, നിനക്കത് ഹയറാണെങ്കിൽ നിനക്ക് കിട്ടും, അല്ലെങ്കിൽ നിനക്കത് ഹയറല്ല. നിനക്ക് കിട്ടാത്തതിന്റെ പേരിൽ MBBS മോശമാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ആരെടുത്ത് പോവും, അല്ലെ? നമ്മളൊരു ഹാർട്ടിന് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെങ്കിൽ ആരെടുത്ത് പോവും? ഡോക്ടേഴ്സ് ഉള്ളത് കൊണ്ടും അവർ പഠിക്കുന്നത് കൊണ്ടും അങ്ങനെ ഒരു ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ ഉള്ളത്. നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഒന്നും മോശമാവുന്നില്ല. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നേ മതിയാവും. നമുക്ക് വർക്ക് ആവാത്തത് നമുക്ക് ഹയർ അല്ലാത്തതാണ്. ആ ഒരു ഓപ്ഷൻ മോശമായത് കൊണ്ടല്ല, നമ്മളുടെ ബന്ധങ്ങൾ വർക്ക് ആവാത്തത് അത് നമുക്ക് ഹയർ അല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ ഓപ്പോസിറ്റ് പാർട്ടി വളരെ മോശപ്പെട്ട ഒരു കുറ്റവാളി ആയതുകൊണ്ടല്ല. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഉൾപ്പെടെ, നമ്മുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് എത്തിക്കണം. പെട്ടെന്നൊന്നും നടക്കില്ല, കാരണം നമ്മളിങ്ങനെ അതിനകത്ത് വേറെ ഇറങ്ങിപ്പോയ ആൾക്കാരാണ്. മെല്ലെ മെല്ലെ നമ്മൾ അതിൽ നിന്ന് മാറി വന്നേ മതിയാവും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ദാമ്പത്യ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ, അല്ലെ, രണ്ടുപേര് തമ്മിൽ ജീവിച്ച് അവർ ഡിവോഴ്സ് ആയി, അല്ലെങ്കിൽ ഒരാൾ വേറെ ആൾക്ക് ഡിവോഴ്സ് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാൾ വളരെ മോശപ്പെട്ട ഒരാളാണ് എന്നല്ല, അല്ലെങ്കിൽ രണ്ടാളും വളരെ മോശപ്പെട്ട ആൾക്കാരാണെന്നല്ല. മാത്രമല്ല, ഒരാള് പ്രോപ്പറായിട്ട് ഡിവോഴ്സിന്റെ രീതികൾ, ഓക്കെ, ത്വലാഖിന്റെ രീതികൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ശരിക്കും അവർ ത്വലാഖാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവർ അള്ളാഹു സുബ്ഹാനഹു തആല ഇബാദത്താണ് അവിടെ ചെയ്യുന്നത്. കാരണം അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കുകയാണ് അവിടെ, അല്ലെ? സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ റംലാനൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ആളുകൾ പീരിയഡ്സ് ആയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം വന്ന് പറയാണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ബാത്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ബാത്ത് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഇബാദത്ത് എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അനുസരിക്കലാണ്. പീരിയഡ്സ് ആയി നിസ്കരിക്കാൻ പാടില്ല, ഓക്കെ, അതാണ് അവിടുത്തെ കൽപ്പന, അത് അനുസരിക്കലാണ് അവിടുത്തെ ഇബാദത്ത്. സുബ്ഹാനല്ലാഹ്, അതിനെതിരെ പോക്കല്ല. അതേപോലെ ഇങ്ങനെ രണ്ടുപേര് തമ്മിൽ ഒത്തുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അവിടെ എന്താണ്? ഇങ്ങനെ 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 നിങ്ങൾ അതിനെ ഡിവോഴ്സ് ആക്കുക, ത്വലാഖ് ചെയ്യ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അനുസരിക്കുന്നതിലൂടെ ആക്ച്വലി അവരെ ഇബാദത്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറയുന്ന നമ്മളോ നമ്മുടെ നരകം വാങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെ? സുബ്ഹാനല്ലാഹ്.
അപ്പം ആര് ത്വലാഖിനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അള്ളാന്റെ തൃപ്തിയാണ് അവിടെ നേടാൻ ശ്രമിക്കുന്നത്. അത് ഇസ്ലാമിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മൈൻഡ് സെറ്റ് ഒരുപാട് മാറാനുണ്ട് അല്ലെ? കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു നഫ്സിനെയും അതിന് താങ്ങാൻ പറ്റാത്തത് അള്ളാഹു വഹിപ്പിക്കൂല അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ രണ്ടുപേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ പാർട്ട്ണറുമായിട്ട് ഒത്തു പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ബന്ധത്തിൽ തുടരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രയാസം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു അനുവദിച്ച ചില നിയമങ്ങളുണ്ട്. അവിടെ അള്ളാഹുവിനെ അനുസരിക്കാനുള്ള, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ചില അവസരങ്ങൾ അവിടെയുണ്ട്. ഇവിടെയും ഒന്ന് രണ്ട് സൈഡ് നോട്ട്സ് ഞാൻ കൊണ്ടുവരികയാണ്. ഒന്നാമത്, നമ്മുടെ വൈവാഹിക ബന്ധം എന്ന് പറയുന്നത് അത് ഹ്യൂമൻ ചോയ്സ്. നമ്മൾ ഒരു പുരുഷന് ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ നമ്മൾ മനുഷ്യന്മാരാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ? എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു കാര്യത്തിലും, എന്തൊരു കാര്യം ആയിക്കോട്ടെ, 100% കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവ് നമുക്കില്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. 100% കറക്റ്റ് എന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതിന്റെ കാരണം വൈബ് അള്ളാഹ്ക്കാണ് അറിയാം, ഫ്യൂച്ചർ അള്ളാഹ്ക്ക് അറിയാം. നമുക്ക് മനുഷ്യന്മാർക്ക് അറിയില്ല അല്ലെ? ഇത് അള്ളാഹ്ക്ക് മാത്രം, അലീം അള്ളാഹ് മാത്രമേ ഉള്ളൂ. വൈബായിട്ടുള്ള അൺസീൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹ്ക്കേ അറിയുള്ളൂ, ഫ്യൂച്ചർ അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതുകൊണ്ട് എന്തൊരു കാര്യത്തിലും, ഇൻക്ലൂഡിങ് വിവാഹം, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അള്ളാഹ്ക്കേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇസ്തിഖാറ നിസ്കരിക്കുന്നത് അല്ലെ? തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇസ്തിഖാറ നിസ്കരിക്കുന്നത്. നമ്മൾ എടുത്ത തീരുമാനം റബ്ബിൽ തവക്കുൽ ചെയ്തിട്ട് അതിനകത്തുള്ള ഖൈർ തേടുകയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞ തീരുമാനം. ഓക്കെ, ഇസ്തിഖാറ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഇസ്തിഖാറ നമസ്കരിക്കുന്നത്, നമ്മൾ എടുത്ത തീരുമാനത്തിനെ റബ്ബിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുൽ ഖൈർ തേടലാണ്. അപ്പം നമ്മൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വൈവാഹിക ബന്ധം എന്ന് പറയുന്നത് മനുഷ്യന്മാരെടുക്കുന്ന തീരുമാനമാണ്. അത് 100% കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഇവിടെ തന്നെ വേറൊരു കാര്യം ആലോചിച്ചു, സിലത്തുൽ അർഹാം അല്ലെ? രക്തബന്ധങ്ങള് 100% കറക്റ്റ് ആണ്. കാരണം അത് അള്ളാഹ് തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ബ്രേക്ക് ചെയ്യാൻ ഒരു വകുപ്പും ഇല്ല. നിങ്ങൾ തീരെ വർക്കാവുന്നില്ലെങ്കിൽ മൂത്താപ്പാൻ അങ്ങ് ഒഴിവാക്കിയൊന്നും പറ്റൂല അല്ലെ? അത് അള്ളാഹ് എടുത്ത തീരുമാനമാണ്, അള്ളാഹു കൊണ്ടുവന്ന ബന്ധമാണ്. അതിന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വൈവാഹിക ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരെടുത്ത തീരുമാനമാണ്. തെറ്റുകൾ പറ്റാം, 100% കറക്റ്റ് ഇല്ല, ആയിക്കൊള്ളണം എന്നില്ല, ആവാതിരിക്കാം. അതുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഇപ്പൊ പറഞ്ഞു, രണ്ടുപേരും ഒന്നിച്ചു പോകുമ്പം അവർക്ക് ആ പ്രയാസം താങ്ങാൻ പറ്റാത്തതിന്റെ പേരിൽ അവർ ചിലപ്പം സെപ്പറേറ്റ് ആവാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും അല്ലെ? നമ്മളോട് ചിലപ്പോൾ അങ്ങനത്തെ തീരുമാനം കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടാവും. എപ്പോഴും മനസ്സിൽ വെക്കുക, ആളുകളുടെ കപ്പാസിറ്റി വ്യത്യസ്തമാണ്. ഓക്കെ, അവര് ഒന്നാമത് അവർ കടന്നു പോകുന്നത് എന്താന്ന് അവരുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്ലസ് അവരുടെ ലെവൽ എന്താന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ഇതുപോലെ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ അവരെ ഉപദേശിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ഒരു കണ്ടിയിലേ എത്ര കൊല്ലായി സഹിക്കുന്നത്, എന്നിട്ട് ഇപ്പോഴും കണ്ടിയിലേ ജീവിക്കുന്നത്, മറ്റൊരു കണ്ടിയിലെ ഇങ്ങനെ നമ്മൾ ഉപദേശിക്കാറുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷെ ഈ വ്യക്തി നമ്മളടുത്ത് ഈ പ്രശ്നവുമായിട്ട് വന്ന ആ ഒരു വ്യക്തി, അവര് ഈ ഒരു ബ്രേക്ക്, ഈ ഒരു ഡിവോഴ്സോ എന്താണോ കടന്നു പോകുന്നത്, അതിലൂടെ അവർ നേടിയ ലെസൺസ് കൊണ്ട് ഈ ഉപദേശിക്കുന്ന നമ്മളെക്കാളും വലിയൊരു ലെവൽ ഓഫ് പേഷ്യൻസിലേക്ക് എത്തിയേക്കാം. അള്ളാഹു അതിനുവേണ്ടി അവരെ തെരഞ്ഞെടുത്തതായേക്കാം. നമുക്ക് എന്ത് അധികാരമാണ് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെ? അപ്പൊ നമുക്ക് അവരുടെ വികാരങ്ങൾ അറിയില്ല. സുബ്ഹാനല്ലാഹ്. അവരുടെ കപ്പാസിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഉപദേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബ്ലേഡ് വെച്ച് മുറിക്കുന്നത് പോലെയുള്ള ഉപദേശങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. എപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, അതിനൊരു വിശാലമായ ഒരു ഓപ്ഷൻ ഉണ്ട് വിവാഹ ബന്ധത്തിൽ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ക്ഷമിക്കുക, വലിയ ഹൃദയം ഉണ്ടാവുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തുറന്നു വെച്ചിട്ടുള്ള വഴികൾ ആദ്യം പറഞ്ഞു കൊടുക്കുക. അത് അറിഞ്ഞുകൊണ്ട് ആ വിശാലത തിരഞ്ഞെടുക്കലാണ് അതിന്റെ ശരി. ഓക്കെ, അല്ലാതെ പേഷ്യന്റ് ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രഷറൈസ് ചെയ്യില്ല. അവരങ്ങനെ ചെയ്തില്ലേ, ഇവരിങ്ങനെ ക്ഷമിച്ചില്ല, അവരങ്ങനെ ക്ഷമിച്ചില്ലേ, നീ ക്ഷമിക്കുന്ന പറഞ്ഞാൽ എളുപ്പമേ അല്ല അതിലൂടെ കടന്നു പോകുന്ന ഒരു പെണ്ണിനാണെങ്കിലും പുരുഷനാണെങ്കിലും. പക്ഷെ ചിലർക്ക് മാഷാ അല്ലാഹ് ഈ വിശാലത ഉണ്ടാവും. അവർക്ക് വളരെ ഹൈ ലെവൽ വരെ പോവാനും നല്ല ക്ഷമ, അത് അവരുടെ ഈമാന്റെ റിസൾട്ട് ആയിരിക്കും. മറ്റുള്ളവർക്ക് അത് പറ്റിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് വർഷങ്ങളോളം ക്ഷമിക്കാൻ പറ്റുമായിരിക്കും. എന്ത് പീഡനത്തിനെയും എന്ത് അവഗണനയും ചിലപ്പം പറ്റുമായിരിക്കും. അതെല്ലാവരും ഒരേപോലെയല്ല. അതുകൊണ്ട് ഒരാള് വേറൊരാളുടെ അളവ് വെച്ചിട്ട് അളക്കാതിരിക്കുക. ഓക്കെ, നമുക്ക്
ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ സുമയ്യ റളിയല്ലാഹു അൻഹയുടെയും ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി അവരുടെ മകൻ അമ്മാറിന്റെയും കാര്യം നമ്മൾ പല ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ക്ഷമയുടെ പീക്കും അമ്മാർ റളിയല്ലാഹു അൻഹു ഒരു പ്രശ്നം വന്നപ്പം അതിനെ ഫേസ് ചെയ്തതും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതും നമ്മൾ കണ്ടതാണ്. അപ്പം ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അവർക്ക് ഒത്തുപോകാൻ പറ്റൂല എന്ന് വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ സമൂഹത്തിൽ എന്താ നടക്കുക? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാന്യമായ രീതിയിൽ, ഞാൻ പഠിപ്പിച്ചെന്ന രീതിയിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പോയിക്കോ. പക്ഷെ സമൂഹത്തിൽ എന്താ നടക്കുക? ഒരു ഡിവോഴ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വളരെ മോശപ്പെട്ട മെമ്മറീസ് അല്ലെ സുബ്ഹാനല്ലാഹ്. പിന്നെ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകള് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയെ അനുസരിക്കാതിരിക്കലാണ് നമുക്ക് ഇഷ്ടം അല്ലെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിക്കലാണെങ്കിൽ ഓക്കെ, അവർ വർക്ക്ഔട്ട് ആകുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ഇന്ന റൂളൊക്കെ ഫോളോ ചെയ്ത് ഈ രീതിയിൽ അതിന് മാന്യമായിട്ട് തലാഖ് ചൊല്ലുന്നതിന് പകരം നമുക്കിഷ്ടം ആൾക്കാർ അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കാതിരിക്കലാണ്. നമുക്കറിയാം തൊലാഖ് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം വളരെ നോർമലായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന സിറ്റുവേഷനിൽ നടക്കുന്നതല്ല അല്ലെ. രണ്ടുപേര് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ പ്രയാസം അനുഭവിക്കുമ്പോഴും ഒരു വിശ്വാസി എന്താ ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയെ അനുസരിക്കുകയാണ് വേണ്ടത്. നമ്മൾ ദേഷ്യത്തിലാണെങ്കിലും വെറുപ്പിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും മോശമായ സാഹചര്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു വിശ്വാസി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയെ അനുസരിക്കലാണ് അവന്റെ ഇബാദത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പം അത്രയും ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. 229 അത്വലാഖു മറത്താൻ فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يعتد حدود الله فأولئك هم الظالمون. ത്വലാഖ് അല്ലെങ്കിൽ വിവാഹമോചനം 2 പ്രാവശ്യമാണ്. എന്നിട്ട് പിന്നെ ആചാര മര്യാദ അനുസരിച്ച് വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നന്മ ചെയ്തുകൊണ്ട് തിരിച്ചയക്കുക. ഇതാണ് വേണ്ടത്. നിങ്ങൾ അവർക്ക് ഭാര്യമാർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങൽ നിങ്ങൾക്ക് അനുവദനീയമാവുകയില്ല. അവർ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും അള്ളാഹുവിന്റെ നിയമ അതിർത്തികളെ നിലനിർത്തി പോരുകയില്ലെന്ന് അവർ ഭയപ്പെടുന്നതായാൽ അല്ലാതെ. ഇനി അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ നിയമ അതിർത്തികളെ തങ്ങൾ നിലനിർത്തി പോരുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടെങ്കിൽ അപ്പോൾ അവർ യാതൊന്നു കൊടുത്ത് സ്വയം മോചിതയാകുന്നുവോ അതിൽ രണ്ടുപേരുടെ മേലും തെറ്റില്ല. അത് ഒക്കെയും അള്ളാഹുവിന്റെ നിയമ അതിർത്തികളാകുന്നു. ആകയാൽ അവയെ നിങ്ങൾ വിട്ടുകടക്കരുത്. ആര് അള്ളാഹുവിന്റെ നിയമ അതിർത്തികളെ വിട്ടുകടക്കുന്നുവോ അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ. വാക്കർത്ത് നോക്കാം. അത്വലാഖ് വിവാഹമോചനം, തോലാം ഖാഫ്, മറത്താൻ 2 പ്രാവശ്യം, മീം റോറ, ഫഇംസാകുൻ പിന്നെ പിടിച്ചു നിർത്തൽ, മീം സീൻ കാഫ്, ബിമഅറൂഫ് മര്യാദ അനുസരിച്ച്, ഐൻ റോ ഫ, ഔ അല്ലെങ്കിൽ തസ്രീഹുൻ വിട്ടയക്കൽ, സീൻ റോ ഹ, ബി ഇഹ്സാൻ നന്മ ചെയ്ത്, ഹ സീൻ നൂൻ, വലാ യഹില്ലു അനുവദനീയമല്ല, ലക്കും നിങ്ങൾക്ക്, അൻ തഖുദു നിങ്ങൾ എടുക്കൽ, ഹംസ ഖ ദാൽ, മിമ്മ യാതൊന്നിൽ നിന്ന്, ആതൈതുമൂഹുന്ന നിങ്ങൾ അവർക്ക് ഭാര്യമാർക്ക് കൊടുത്തിട്ടുള്ള, ഹംസതായ, ഷൈഅൻ ഒന്നും, ഇല്ല അല്ലാതെ, അൻ യഖാഫ അവർ രണ്ടുപേരും ഭയപ്പെടുന്നതായാൽ, ഖ വാവ് ഫ, അല്ല യുഖീമ അവർ രണ്ടുപേരും നിലനിർത്തുകയില്ലെന്ന്, ഖാഫ് വാവ് മീം, ഹുദൂദ അതിർത്തികളെ, ഹാദാൽ ദാൽ, അല്ലാഹി അള്ളാഹുവിന്റെ. ഫഇൻ ഖിഫ്തും ഇനി നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ, ഖ വാവ് ഫ തന്നെ, അല്ല യുഖീമ അവർ രണ്ടുപേരും നിലനിർത്തുകയില്ലെന്ന്, ഹുദൂദ് അള്ളാഹുവിന്റെ നിയമാതിർത്തികൾ, ഫലാ ജുനാഹ് അപ്പോൾ തെറ്റില്ല, ജീം നൂൻ ഹ, അലൈഹിമ അവർ രണ്ടുപേർക്കും, ഫീമ യാതൊന്നിൽ, ഇഫ്തദത് അവർ സ്വയം മോചിതയായി, ഫിദിയ ഫാദാലിയ, ബിഹി അതുകൊണ്ട്, തിൽക ഇതൊക്കെ, ഹുദൂദ് അള്ളാഹുവിന്റെ നിയമാതിർത്തികൾ, സെയിം റൂട്ടാണ്. ഫലാ തഅ്തദൂഹ അതുകൊണ്ട് നിങ്ങൾ അവയെ വിട്ടുകടക്കരുത്, ഐൻ ദാൽ വാവ്, വമൻ ആര് യഅ്തദ ലംഘിക്കുന്നുവോ, ഐൻ ദാൽ വാവ്, ഹുദൂദ് അള്ളാഹുവിന്റെ നിയമാതിർത്തികളെ, ഫഉലൈക എന്നാൽ അക്കൂട്ടർ, ഹും അവർ തന്നെ, അദ്വാലിമൂൻ അക്രമകാരികൾ. തഫ്സീർ നോക്കാം. അത്വലാഖു മറത്താൻ
ത്വലാഖ് 2 പ്രാവശ്യമാണ്. ഓക്കെ, ത്വലാഖ് തോ ലാം ഖാഫ്. ത്വലാഖിന്റെ അക്ഷരാർത്ഥം എന്ന് പറയുന്നത് ഒരു കെട്ടിനെ തുറക്കുക. ഓക്കെ, കെട്ട് അഴിക്കുക എന്ന് പറയില്ലേ, അൺടൈ എ നോട്ട്, ഒരു കെട്ടിനെ അഴിക്കുക എന്നുള്ളതാണ് ത്വലാഖിന്റെ അക്ഷരാർത്ഥം. നിക്കാഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഉഖ്ദത്തുൻ നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിക്കാഹിന്റെ ആ ഒരു ബോണ്ട് അല്ലെ, ഒരു കെട്ടാണ്. ഉഖ്ദ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ കെട്ടാണ്. അപ്പം ആ ഒരു ഉടമ്പടി, രണ്ടാളുകള് അവര് വിവാഹം ചെയ്യാണ്. ഓക്കെ, ഒരു കെട്ട് മുറുക്കി കെട്ടുന്നത് പോലെയാണ്. ഓക്കെ, അവരൊരു പ്രതിജ്ഞ എടുക്കാണ്, ഒരു പ്രോമിസ് ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ ജീവിക്കും. നിക്കാഹിന്റെ കാര്യം, ഓക്കെ, രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ജീവിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയാണ്, ഒരു കെട്ടാണ് അവിടെ അല്ലെ. അപ്പം അവർ രണ്ടുപേരും അവരുടെ അതായത് ഓപ്പോസിറ്റ് പാർട്ടിയുടെ അവകാശം വിട്ടുകൊടുക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടിയാണ്. എനിക്ക് ഞാൻ അവകാശം പിടിച്ചു വാങ്ങുന്നുള്ള ഒരു പ്രതിജ്ഞ അവിടെ ഇല്ല. ഓക്കെ, ഞാൻ മൂപ്പരുടെ അവകാശം മൂപ്പർക്ക് കൊടുക്കും, മൂപ്പര് എനിക്ക് അവകാശം തരും എന്നുള്ള ഒരു ഉടമ്പടിയാണ്. ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്യും. ഓക്കെ, അതാണ് ഉഖ്ദത്തുൻ നിക്കാഹ്, നിക്കാഹ് ആകുന്ന കെട്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ കെട്ട് വർക്ക്ഔട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു കെട്ടിനെ നമുക്ക് ഊരി കളയാം, തുറന്നു കൊടുക്കാം. സുബ്ഹാനല്ലാഹ്. അതാണ് ഇത് ത്വലാഖ്. ത്വലാഖ് എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം കെട്ട് അഴിക്കുക, ഓപ്പൺ ചെയ്യാം. അതിന് വേറൊരു അർത്ഥം എന്ന് വെച്ചാൽ ഫ്രീ ആക്കി വിടുക, റിലീസ് ചെയ്യുക. ഒരാളെ ഫ്രീ ആയിട്ട് അല്ലെ, ഒരു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നൊക്കെ പോലെ ആ ഒരു കെട്ടിൽ നിന്ന് മോചിപ്പിക്കാം. ഞാൻ 2-3 പിക്ചേഴ്സ് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു പിക്ചർ കണ്ടോ? ഇതിൽ ഫസ്റ്റ് നമുക്കൊരു ഒരു നോട്ട് കാണാം അല്ലെ. എന്നിട്ട് അതിനെ ഊരുന്ന ഒരു രീതിയുണ്ട്, ഒരു ആരോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ആ രീതിയിൽ അങ്ങനെ ഊരി കഴിഞ്ഞാൽ ആ 2 കയറും, 2 സൈഡിൽ നിന്ന് വന്ന 2 കയറും വളരെ മാന്യമായിട്ട് അതിനൊരു പോറൽ പോലും ഏൽക്കാതെ ഫ്രീ ആയത് നമുക്ക് അവസാനത്തിലേക്ക് കാണാം അല്ലെ. എന്നാൽ ഇതും ഈ പറഞ്ഞ പോലെ കെട്ടാണ്, വലിച്ചു പൊട്ടിച്ച കെട്ടാ അല്ലെ. സുബ്ഹാനല്ലാഹ്. രണ്ടിനും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, രണ്ടിലും സ്കാർസ് വന്നിട്ടുണ്ട്, വേദനകൾ വന്നിട്ടുണ്ട്. ഇതോ കത്തിച്ചു കളഞ്ഞ കെട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല വളരെ ഭംഗിയായിട്ട് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് എന്ത് തന്നിട്ടുള്ളത്, ത്വലാഖ് തന്നിട്ടുള്ളത്. വലിച്ചു പൊട്ടിക്കാനോ കത്തിച്ച് രണ്ടാക്കാനോ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും തന്നിട്ടുള്ളതല്ല. ഓക്കെ, അപ്പം ഒരു സ്ത്രീ ത്വലാഖ് ചെയ്യപ്പെടുമ്പം അവൾ ആ ഒരു വിവാഹമാകുന്ന കെട്ടിൽ നിന്ന് മാന്യമായിട്ട് അഴിച്ചിട്ട് അവളെ ഫ്രീ ആയിട്ട് വിടുകയാണ്. അവൾക്ക് സ്വസ്ഥമായിട്ട് വേറൊരാൾ, അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വേറൊരാളെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിവാക്കി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഒഴിവാക്കൽ, ഈ ഒരു ത്വലാഖ് എത്ര പ്രാവശ്യമാണ്? മറത്താൻ, 2 പ്രാവശ്യം. മറത്താൻ എന്ന് പറയുന്നത് മറ എന്ന് പറയുന്ന വാക്കിന്റെ ഡ്യുവൽ ഫോം ആണ്. ഓക്കെ, മറത്താൻ, മറ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. ഓക്കെ, മറത്താൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, വീണ്ടും ഒരിക്കൽ, അതായത് 2 പ്രാവശ്യം. അപ്പം 2 പ്രാവശ്യം ത്വലാഖ് നൽകാം, അല്ലെങ്കിൽ ത്വലാഖ് 2 പ്രാവശ്യം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ത്വലാഖിന് 2 വാക്കുകളുണ്ട് ഉപയോഗിക്കുന്നത്. ത്വലാഖ് റജഈ, ത്വലാഖ് അൽ ബാഇൻ. ഓക്കെ, ത്വലാഖ് റജഈ, ത്വലാഖ് അൽ ബാഇൻ. റജഈ എന്ന് പറയുന്നത് റുജൂ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് വരുന്നത്. റുജൂ നമുക്കറിയാം അല്ലെ, മടങ്ങല്, റാജീം ഐൻ, മടങ്ങി വരാം, തിരിച്ചു പോവാം. അപ്പോൾ ത്വലാഖ് റജഈ എന്ന് പറയുന്നത് റിവോക്കബിൾ, അതായത് തിരിച്ചെടുക്കാവുന്ന ത്വലാഖാണ്. ഓക്കെ, അതായത് ഭർത്താവ് ഭാര്യക്ക് ത്വലാഖ് കൊടുത്തു കഴിഞ്ഞാൽ, മൊഴി ചൊല്ലി കഴിഞ്ഞാൽ വീണ്ടും അവളെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖാണ് ത്വലാഖ് റജഈ. അതായത് ത്വലാഖ് എന്ന് ഭാര്യയോട് പറയുന്നു ഭർത്താവ്, കുറച്ച് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം തോന്നുകയാണ്, ഇല്ല നമുക്കൊന്നിച്ച് ജീവിക്കാം, അവളെ തിരിച്ചെടുക്കാം. ഓക്കെ, വീണ്ടും തിരിച്ചെടുക്കാം. അതാണ് ത്വലാഖ് റജഈ. ത്വലാഖ് അൽ ബാഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർറിവോക്കബിൾ, തിരിച്ചെടുക്കാൻ പറ്റാത്ത ഡിവോഴ്സ്. രണ്ടുപേർക്കും പിന്നീട് എന്താണ് ഒന്നിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഡിവോഴ്സ് ആണ് ത്വലാഖ് അൽ ബാഇൻ. ഇവിടെയും ഒരു കേസ് ബാക്കിയുണ്ട്, ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇൻഷാ അല്ലാഹ് അവർക്ക് അങ്ങനെ ത്വലാഖ് അൽ ബാഇന് ശേഷവും ആ ഭാര്യക്കും ഭർത്താവിനും ഒന്നിക്കാനുള്ള ഒരു അവസരം ഇൻഷാ അല്ലാഹ് വരുന്ന ആയത്തുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ത്വലാഖ് അൽ ബാഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി തിരിച്ചെടുക്കാൻ പറ്റാത്ത, ഈ ഒരു എക്സെപ്ഷണൽ കേസ് ഒഴികെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഡിവോഴ്സ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അത്വലാഖു മറത്താൻ, ത്വലാഖ് 2 പ്രാവശ്യമാണ്. ഏത് ത്വലാഖിനെ കുറിച്ച് അവിടെ പറയുന്നത്? അർ-റജഈ അല്ലെ, റജഈ, തിരിച്ചെടുക്കാൻ പറ്റുന്ന ത്വലാഖ്. അതായത് ഒരു ഭർത്താവിന് ഭാര്യയെ 2 പ്രാവശ്യം ത്വലാഖ് ചൊല്ലുകയും തിരിച്ചെടുക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന്
അയാൾ ഭാര്യയുടെ അടുത്ത് തൊലാഖ് എന്ന് പറയാണ്. ഒരു 2021 അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, മൂപ്പര് തൊലാഖ് എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് തിരിച്ച് ഒന്നിച്ച് ജീവിക്കാം. ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞു, ആ മൂപ്പര് തിരിച്ചെടുത്തു, ഒന്നിച്ച് ജീവിക്കുന്നു. 2024 വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി, മൂപ്പര് വീണ്ടും പറയാണ് തൊലാഖ് എന്ന്. ഫൈൻ, ഇതിപ്പം രണ്ടാമത്തതായി. അപ്പോഴും ഈ പറഞ്ഞ പോലെ അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വന്ന് ജീവിക്കാം. പക്ഷേ 2 ചാൻസ് കഴിഞ്ഞ് 2025 വീണ്ടും ഓരോരു പ്രശ്നം വന്നപ്പം തൊലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂപ്പര് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള വകുപ്പില്ല. ഈ ഓരോ തൊലാഖിനും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. തൊലാഖ് എന്ന് പറഞ്ഞത് ഒരു വാക്കായിട്ട് പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തൊലാഖാണ്, എഴുതി പറഞ്ഞു കഴിഞ്ഞാലും അത് തൊലാഖാണ്. അപ്പൊ 3ാമത്തെ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പം അത്തൊലാഖു മറത്താൻ, തൊലാഖ് 2 പ്രാവശ്യമാണ്. മറ ബഅദ മറ, ഒരിക്കൽ, അത് കഴിഞ്ഞിട്ട് വീണ്ടും. അതിനുശേഷം തൊലാഖ് ഇല്ല. ഇതേത് തൊലാഖാണ്? തൊലാഖർ റുജൂ. അറബികളുടെ ഇടയിൽ അവര് ആയിരക്കണക്കിന് പ്രാവശ്യം തൊലാഖ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവര് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യും, എന്നിട്ട് തിരിച്ചെടുക്കും, വീണ്ടും ഡിവോഴ്സ് ചെയ്യും, വീണ്ടും ഡിവോഴ്സ് ചെയ്യും, വീണ്ടും ഡിവോഴ്സ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഭാര്യ ജീവിതകാലം മുഴുവനും ഈ ഒരു ടോർച്ചർ, ഈ ഒരു പീഡനത്തിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതൊരു ഒരു മനുഷ്യൻ, അൻസാറുകളുടെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യൻ ഭാര്യയോട് ഇങ്ങനെ പോലും പറയണ്ടായി, ഞാൻ നിന്നെ ഒരിക്കലും ഡിവോഴ്സും ചെയ്യില്ല, തിരിച്ചും എടുക്കൂല. അതെങ്ങനെയാണ് ഒരിക്കലും ഡിവോഴ്സ് ചെയ്യല് തിരിച്ചെടുക്കൂല എന്ന് പറഞ്ഞാൽ? അതായത് നിന്നെ പെർമനന്റ് ആയിട്ട് നിന്നെ വിടുകയില്ല, സുബ്ഹാനല്ലാഹ്, എന്നാൽ നിന്നെ ഞാൻ എടുത്തിട്ട് ഒരു ഭാര്യയാക്കി ജീവിക്കാനും സമ്മതിക്കൂല. അതെങ്ങനെ സംഭവിക്കാം? ആദ്യം ഡിവോഴ്സ് ചെയ്യും, എന്നിട്ട് ഒരു ഇദ്ദ ഉണ്ടാവില്ല അല്ലെ, തൊലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇദ്ദ ഉണ്ടാവും. ആ ഇദ്ദന്റെ അവസാനം ആവുമ്പോഴേക്ക് തിരിച്ചെടുക്കും, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? പ്രശ്നമാക്കും, ഡിവോഴ്സ് ആക്കും. എന്നിട്ട് അതിന്റെ ഇദ്ദയുടെ അവസാനമാകുമ്പോൾ വീണ്ടും തിരിച്ചെടുക്കും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓരോ ഇദ്ദ കഴിയുമ്പോഴും വീണ്ടും തിരിച്ചെടുക്കുക, വീണ്ടും തിരിച്ചെടുക്കുക, വീണ്ടും തിരിച്ചെടുക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിന്റെ ജീവിതകാലം മുഴുവനും ഇനി ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും. അതായത് നിന്നെ ഞാൻ തൊലാഖും ചെയ്യൂല, നിന്നെ എന്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കാനും അനുവദിക്കൂല. അത് അനീതിയാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കംപ്ലൈന്റ് എത്തി. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു അത്തൊലാഖു മറത്താൻ. നിങ്ങൾക്ക് അങ്ങനെ സ്ത്രീകളുമായിട്ട് അങ്ങനത്തെ കളിയൊന്നും കളിക്കാൻ പറ്റൂല. അവളെ നിങ്ങൾക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. അവളെ അങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ, അവളുടെ ജീവിതകാലം മുഴുവനും ഈ രീതിയിൽ നിങ്ങൾക്ക് പീഡിപ്പിക്കാൻ പറ്റൂല. നിങ്ങൾ നന്നാക്കിക്കോ, നിങ്ങളെ മനസ്സ് നന്നാക്കിക്കോ. ഒന്നെങ്കിൽ അവളെ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവളെ മാന്യമായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുക. 2 ചാൻസേ നിങ്ങൾക്ക് തരുള്ളൂ. 2 ചാൻസ് ഉണ്ട്, അല്ലാതെ അതിനപ്പുറം ഇല്ല. ഇന്നത്തെ കാലത്ത് ചിലപ്പം ആളുകൾ ചോദിക്കും, ഇപ്പോഴങ്ങനെ ജാഹിലിയ പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? അപ്പൊ ആരും നിന്നെ ഞാൻ കാലാകാലം തൊലാഖും ചൊല്ലൂല, കാലാകാലം എടുക്കുകയില്ല എന്ന് ആർക്കും പറയാനൊന്നും പറ്റൂലല്ലോ. അതായത് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന അനുസരിക്കാൻ താല്പര്യമില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയാ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇന്നത്തെ കാലത്തും അല്ലെ എത്ര കപ്പിൾസ് ഉണ്ട് ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. ഭർത്താവിന് ദേഷ്യം വരുമ്പോൾ ഇറങ്ങി പൊയ്ക്കോ എന്ന് പറയുന്നതും, നിന്നെ ഒഴിവാക്കാന്ന് പറയുന്നതും, എന്നിട്ട് ഭാര്യ കരഞ്ഞ് സോറി പറഞ്ഞ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതും, വീണ്ടും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങി പൊയ്ക്കോ എന്ന് പറയുന്നതും, വീണ്ടും മെന്റപ്പ് ചെയ്യുന്നതും, വീണ്ടും ബ്രേക്കപ്പ് ചെയ്യുന്നതും. സുബ്ഹാനല്ലാഹ്. എത്ര സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ? എത്ര പ്രാവശ്യം ഒരു സ്ത്രീക്ക് ഈ ഒരു ടോർച്ചർ സഹിക്കാൻ പറ്റും? അത് അനീതിയാണ്, അത് ഫെയർ അല്ല അല്ലെ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാരോട് ഈ വിവാഹം എന്ന് പറയുന്ന സംഭവത്തിനെ, ഈ ഭാര്യ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന ഈ ഒരു സ്വത്തിനെ സീരിയസ് ആക്കി നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമാണ് അത്വലാഖു മറത്താൻ. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഈ സ്ത്രീ എന്റെ ഭാര്യ, ഞാൻ അവളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതാണ് അല്ലെ? ശരിയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തത് ചെയ്യും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ഡേ അവള് എന്റെ ഭാര്യയാണ്, നീ അവളുടെ ഭർത്താവാണ്. പുറത്തു കൊടുക്കണം, കാരുണ്യം വേണം, കമ്പാഷൻ വേണം അല്ലെ? ഇഹ്സാൻ ചെയ്യണം. പക്ഷേ നിനക്ക് അവസരമുണ്ട്, ഓക്കെ, മനുഷ്യ സഹജമാണ്, നിനക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ തലാഖ് കൊടുക്കാം. പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്യരുത് അല്ലെ? കെയർഫുൾ ആയിരിക്കണം. വിവാഹം എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തൊലാഖ് എന്ന് പറയുന്ന നിനക്ക് തന്ന അവകാശത്തിന്, ഓക്കെ, നിന്റെ പ്രയാസത്തില് നിനക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ തന്ന ഈ ഒരു അവകാശത്തിനെ നീ അബ്യൂസ് ചെയ്യരുത്. അതുകൊണ്ട് അത്തൊലാഖു മറത്താൻ, 2 പ്രാവശ്യം അവളുടെ അടുത്ത് നിനക്കത് പറയാൻ പറ്റുള്ളൂ. അതോടുകൂടി നിന്റെ അവസരം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ.
ഇംസാക്, മീം സീൻ കാഫ് മസ്ക്. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനത്തിനെ അങ്ങനെ തന്നെ നിലനിർത്താം, അതിനെ ഹോൾഡ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്, അത് വീണ് പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അതിനെ ചേർത്ത് പിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുട്ടീന്റെ കൈ പിടിച്ചിട്ടുണ്ട്, അപ്പൊ കുട്ടി ഓടി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും ചേർത്ത് നമ്മളെ അടുത്ത് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്, വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കുന്നതിനാണ് ഇംസാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇംസാക്കും ബി മഅറൂഫ്, നീ അവളെ ചേർത്ത് നിർത്ത്, അവളെ എന്താക്കാണ്, ഒഴിവാക്കല്ലേ, തൊലാക്ക് ചൊല്ലി അവളെ പോവാൻ അനുവദിക്കല്ലേ, ഇംസാക്ക്. ഓക്കെ, നിന്നെ ചേർത്ത് നിർത്തുക. എങ്ങനെ ചേർത്ത് നിർത്തണം എന്നാ പറഞ്ഞത്? ബി മഅറൂഫ്, ഒരു മര്യാദയോടുകൂടി, ശരിയായ ഉചിതമായ രീതിയിൽ. മഅറൂഫ് ഉർഫാണ്. ഉർഫ് എന്ന് പറഞ്ഞാല് നമ്മളെ ഭാഷയിൽ പറഞ്ഞ നാട്ടു നടപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, ആളുകൾ തിരിച്ചറിയുന്ന, സാംസ്കാരികമായിട്ട് സാമൂഹികമായിട്ട് സ്വീകാര്യമായിട്ടുള്ള, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പൊ സാമൂഹ്യമായിട്ട് സ്വീകാര്യമായിട്ടുള്ള എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ പലതും നടക്കുന്നുണ്ട്, പലതും സ്വീകാര്യമാണ്. പക്ഷെ അതിന് ഇങ്ങനെ ഒരു റൂളും കൂടെ ഉണ്ട്, അള്ളാഹുവിന്റെ ദീനിന്റെ സ്വീകാര്യതയിലും കൂടെ പെടണം. സമൂഹത്തിന്റെ സ്വീകാര്യതയിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ സ്വീകാര്യത, അതായത് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം സമൂഹം സ്വീകരിച്ചാലും ഓക്കെ അല്ല കേട്ടോ. അത് ഞാൻ ജനറലി ഉർഫ് എന്നുള്ള വാക്കിന്റെ അല്ലെങ്കിൽ മഅറൂഫ് എന്നുള്ള വാക്കിന്റെ ഡെഫിനേഷൻ പറയാണ്. അത് പല കാര്യങ്ങളും സമൂഹത്തിൽ സ്വീകാര്യമായത് നമ്മുടെ ദീനിൽ അനുവദനീയമാണ്. ഓക്കെ, ഫിഖിന് പോലും അങ്ങനെ ഒരു ആറാമത്തെ ഒരു പോയിന്റ് അവിടെയുണ്ട്, ഉർഫ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഉർഫ് പോലും നമ്മുടെ ദീനിലെ ഹറാമിന്റെ ലെവലിന്റെ പുറത്താണെങ്കിൽ സ്വീകാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവ് ഭാര്യയെ ചേർത്ത് പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ മഅറൂഫായിട്ട്, ഓക്കെ, സ്വീകാര്യമായ രീതിയിൽ, ഡീസന്റ് ആയ രീതിയിൽ, നല്ലതെന്ന് അംഗീകരിക്കപ്പെടുന്ന, അതായത് മനുഷ്യന്മാരുടെ ബുദ്ധിക്ക്, കോമൺ സെൻസിന് ഒക്കെ അത് നല്ല രീതിയാണെന്ന് അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ നീ അവളെ കൂടെ നിർത്ത്. ഇൻസാക്കും ബി മഅറൂഫ്, നീ അവളുടെ കൂടെ ജീവിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അവളെ ചേർത്ത് നിർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അക്സെപ്റ്റബിൾ ആയ രീതിയിൽ നീ നിർത്ത്. അല്ലാണ്ട് എല്ലാ ദിവസവും അവളായിട്ട് തല്ലും പിടിച്ച്, അവളെ അടിച്ച് ചീത്ത പറഞ്ഞ, അവളെ ഉമ്മനും വാപ്പനും ചെറുതെറി വിളിച്ച് അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ് തൊലാക്ക് പറഞ്ഞു, എന്നിട്ട് പിറ്റേ ദിവസം നന്നായി, വീണ്ടും പിറ്റേ ദിവസം വീണ്ടും അടിയുണ്ടായി, അതല്ല മാന്യമായിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതി. ഓക്കെ, അവളെ പീഡിപ്പിച്ച് റൂമിലിട്ട് പൂട്ടി, അതുപോലെയുള്ള പല 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 രീതിയിലും ഭർത്താക്കന്മാര് ഭാര്യമാരെ പീഡിപ്പിക്കുന്നുണ്ട്. ഇത് എന്റെ ചെലവിലാണ് അവള് നിൽക്കുന്നത്, ഞാനില്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു, അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത ആ ഖവ്വാം എന്ന് പറയുന്ന ആ ഒരു പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്യാം. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത ത്വലാഖ് എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് കൊടുത്ത ഒരു എളുപ്പത്തിനെ മിസ്യൂസ് ചെയ്യാം. നീ എന്റെ വീട്ടിൽ നിന്ന് പോകുന്ന എല്ലാ ദിവസവും പറഞ്ഞ്, അത് അങ്ങനെയല്ല. ഇംസാക്കും ബി മഅറൂഫ്, നീ അവളെ നിർത്തുകയാണെങ്കിൽ ബി മഅറൂഫ്, മഅറൂഫായിട്ട് മര്യാദയോട് കൂടി സ്വീകാര്യമായ രീതിയിൽ നീ അവളെ കൂടെ നിർത്ത്. സൂറത്തുൻ നിസായിലെ 19-ാമത്തെ ആയത്തില് ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് മാന്യമായിട്ട് സഹവസിക്കുക. നിങ്ങളുടെ സ്ത്രീകളുമായിട്ട് എങ്ങനെ മാന്യമായിട്ട് സഹവസിക്കുക, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ. ആ ഒരു ബന്ധം നിങ്ങൾക്ക് തുടരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഡീസന്റ് ആയിട്ട് അവരെ നിങ്ങൾ നിർത്തുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ, ഒക്കെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ തസ്രീഹും ബി ഇഹ്സാൻ, അവളെ വിട്ടേക്ക, അവൾ പോയിക്കോട്ടെ. എങ്ങനെയാണ് ബി ഇഹ്സാൻ? ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. സുബ്ഹാനല്ലാഹ്, ഈ റിലേഷൻഷിപ്പ് വർക്ക് ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഓക്കെ, ഞാനും അവളുമായിട്ട് സെറ്റ് ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവള് ഫ്രീ ആയിട്ട് വിട്ടേക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കെട്ട് അഴിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് മനസ്സിൽ വരണം ശരിക്കും. ഡിവോഴ്സ് എന്നുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, അത് വലിച്ചു പൊട്ടിക്കലല്ല, തീയിട്ട് കത്തിച്ച് രണ്ടാക്കലല്ല. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അവളെ എഹ്സാനോട് കൂടി നീ അവളെ വിട്ട്. തസ്രീഹ് സീൻ റോ ഹ. തഫ്രീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് റിലീസ് ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓപ്പൺ ചെയ്തിട്ട്, അല്ലെ, അതിന് അതിന്റെ വഴിക്ക് അങ്ങ് വിടുക എന്നുള്ളത്. അപ്പൊ അവളെ നിന്റെ വീട്ടിൽ നിന്ന് മാന്യമായിട്ട് വിട്ടേക്ക്, പുറത്ത് പോയിക്കോട്ടെ. അവള് ദേഷ്യത്തോടു കൂടിയല്ല, അവൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല, ഇഹ്സാനോട് കൂടി, അല്ലെ, സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ എന്താ ഇന്ന് കാണുന്നത്? ആരാണ് ഇപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അടുത്ത് പറയാണ് ഇഹ്സാനോട് കൂടിയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഒരു സ്ത്രീ ഡിവോഴ്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അവള് മാന്യമായിട്ടാണോ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അതോ തള്ളി പുറത്താക്കുന്ന പോലെയാണ്? അല്ലേ? സുബ്ഹാനല്ലാഹ്, അവള് എങ്ങനെയാ പറഞ്ഞേക്കേണ്ടത്? ഇഹ്സാനോട് കൂടി. ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാര് എന്താ പറഞ്ഞു വെച്ചാൽ, ഏറ്റവും ഡീസന്റ് ആയിട്ട്, ബഹുമാനത്തോടു കൂടി, ഡിഗ്നിറ്റിയോട് കൂടി, അവൾക്കൊരു പ്രയാസവും ഉണ്ടാക്കാതെ, അവളോട് ഒരു അനീതിയും ചെയ്യാതെ, ഒരു ദുൽമും ചെയ്യാതെ, അവൾക്ക് വേണ്ട ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ട്, അല്ലെ, അവള് പാർട്ടിങ് ഗിഫ്റ്റ്, അതായത് വിട്ടുപോകുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഉണ്ട്, അല്ലെ, ഫെയർവെൽ ഗിഫ്റ്റ് പോലെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ട് വേണം അവളെ പറഞ്ഞയക്കാൻ. ശരിയാണ്, നമ്മള് ബന്ധത്തിലായിരുന്നു, പക്ഷെ ഈ ബന്ധം നടക്കുന്നില്ല,
ഇറ്റ്സ് ഓവർ അല്ലേ. അപ്പോൾ നമ്മൾ നല്ല സമയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതേപോലെ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നീ നിന്റെ വഴിക്ക് പോയിക്കോ, അസ്സലാമു അലൈക്കും, ഇതാ നിന്റെ ഗിഫ്റ്റ്, നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോ, പോയിക്കോ. അത്രയും മാന്യമായിട്ട് വേണം അവളെ പറഞ്ഞയക്കാൻ. പക്ഷെ എന്താ സംഭവിക്കുക, അവൾക്ക് അവളം കൊടുത്ത സാധനം എന്നല്ല, അവളുടെ സ്വന്തം സാധനം പോലും തിരിച്ചു കിട്ടാതെയാണ് പലപ്പോഴും പോകേണ്ടി വരിക അല്ലെ. അവൾ കൊണ്ടുവന്ന്, അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവൾ ഉണ്ടാക്കിയ സ്വത്തും സമ്പാദ്യം സ്വർണവും ഒക്കെ ഇവരെടുത്തെന്ന് മാത്രമല്ല, അത് നമുക്ക് തിരിച്ചു കിട്ടാൻ അവകാശമേ ഇല്ലാത്ത രീതിയിലാണ് നാട്ടിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒക്കെ പുറമെ വേറെ പല രീതിയിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങളും അല്ലെ, ചീത്ത പേര് പ്രചരിപ്പിക്കലും രണ്ട് സൈഡിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഭർത്താവ് ഭാര്യയെ കുറിച്ച് മാത്രമല്ല, തിരിച്ചും ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നതല്ല. പലരും അവരുടെ ഈ ഡിവോഴ്സ് കഴിഞ്ഞ് പറഞ്ഞയക്കുന്ന ഭാര്യമാരുടെ ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് അടക്കം, അതായത് അവരുടെ പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് അടക്കം എടുത്തു വെച്ചിട്ട് കൊടുക്കാത്തവരുണ്ട്. അതിന്റെ പേരിൽ വർഷങ്ങളോളം മാസങ്ങളോളം പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ഫൈറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ഇതൊന്നും അല്ല അല്ലെ. അള്ളാഹ് പറഞ്ഞ കാര്യം എന്താണ്? ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. നിർത്തുകയാണെങ്കിൽ മാന്യമായിട്ട്, വിടുകയാണെങ്കിൽ ഇഹ്സാനോടുകൂടി, ഏറ്റവും നല്ല ഇഹ്സാനോടുകൂടി നീ അവളെ വിടുക. ഇഹ്സാനിന് പല ലെവലുകളുണ്ട്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഇഹ്സാൻ ഉണ്ട്, മറ്റുള്ളവരോട് ഡീൽ ചെയ്യുമ്പോഴുള്ള ഇഹ്സാൻ ഉണ്ട്, നമ്മളോട് നന്മ ചെയ്യുന്നവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഇഹ്സാൻ ഉണ്ട്, നമ്മളോട് മോശമായിട്ട് പ്രവർത്തിക്കുന്നവരോർക്കും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു ഇഹ്സാൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാര്യ അവൾ അനുസരണ ഇല്ലാത്തവളാണ്, അവൾ വിപ്ലവകാരിയാണ്, അവൾ പ്രശ്നക്കാരിയാണ്, അവൾ ഒരു കാരുണ്യം അർഹിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾ അവളെ പറഞ്ഞേക്കുകയാണെങ്കിൽ പോലും അതിന് വേറൊരു വകുപ്പ് അവിടെ പറഞ്ഞിട്ടില്ല അല്ലെ. അല്ല, അങ്ങനത്തെ പെണ്ണാണെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞേക്കുന്ന അല്ല പറഞ്ഞില്ല. ഏത് ടൈപ്പ് ആണെങ്കിലും ഔ തസ്രീഹും ബിഇഹ്സാൻ, നീ ഇഹ്സാനോട് കൂടി വേണം അവളെ പറഞ്ഞേക്കാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്തിന് ഈ ഭാര്യയെ 2 പ്രാവശ്യം ഡിവോഴ്സ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ കുറിച്ച് വിശദീകരിച്ചെടുത്ത് പറയുന്നുണ്ട്. ഒരു പുരുഷൻ അവളെ 2 പ്രാവശ്യം ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ 3-മത്തെ പ്രാവശ്യം അവൻ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ. ശരിക്കും അള്ളാഹിനെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് അത്. സുബ്ഹാനല്ലാഹ്. അപ്പം 2 ഡിവോഴ്സിന് ശേഷം ഒന്നെങ്കിൽ അവന് അവളെ മാന്യമായിട്ട് ചേർത്ത് നിർത്താം, അവളെ സ്നേഹത്തോടു കൂടി അല്ലെ നിർത്താം, അതല്ലെങ്കിൽ അവളെ കരുണയോട് കൂടി ബഹുമാനത്തോടു കൂടി അവളുടെ അവകാശങ്ങളൊന്നും പിടിച്ചു വെക്കാതെ അവളെ വിടുക. അത് സ്നേഹം ബിഹ്സാൻ. വലാ യഹില്ലു ലക്കും, നിനക്ക് അനുവദനീയമല്ല. യഹിൽ ഹലാൽ ഹിൽ, ഓക്കെ. അല്ലയോ പുരുഷ, ഭർത്താവിനോട് പറയണ അത് അനുവദനീയമല്ല. എന്ത്? അൻത ഖുദു, നീ എടുക്കല്, ഓക്കെ, എന്തെങ്കിലും എടുക്കല്, മിമ്മ, യാതൊന്നിൽ നിന്ന്, ആതൈതുമൂഹുൻ, അവള് കൊണ്ടുവന്നതിൽ നിന്ന്, സോറി, ആതൈതുമൂഹുൻ, നീ കൊടുത്തതിൽ നിന്ന്, നിങ്ങൾ അവർക്ക് കൊടുത്തതിൽ നിന്ന്, ഷൈഅൻ, എന്തെങ്കിലും, ഓക്കെ. ആതൈതുമൂഹുൻ, ഹംസ ത യ, ആതൈ, ഓക്കെ, ഹംസ ത യ, ആതൈ, നീ കൊടുത്തു, ഇവിടത്തെ വാവ് എക്സ്ട്രാ ആണ്, ഹുൻ, അവർക്ക്, ഷൈഅൻ, എന്തെങ്കിലും ഒരു കാര്യം പോലും. അപ്പം നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2 കഴിഞ്ഞ് 3-മത്തെ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താം, സ്നേഹത്തോടു കൂടി നിർത്താം, അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി വിട്ടയക്കാം. പക്ഷേ ആ സ്ത്രീ പോകുമ്പോൾ, അവളുടെ ഇദ്ദ കഴിഞ്ഞിട്ട് അവള് പോകുമ്പോൾ നീ കൊടുത്ത ഒരു കാര്യവും തിരിച്ചെടുക്കല് അനുവദനീയമല്ല. ഷൈഅൻ, ഓക്കെ, ഒന്നും. ഷൈഅൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് തൻവീൻ കാണാം, നക്കിറയാണ്. അതിന്റെ അർത്ഥം ഒന്നും, ഒരു കാര്യവും നിനക്ക് തിരിച്ചെടുക്കല് അനുവദനീയമല്ല, ഹറാമാണ്. അത് കുറച്ചാണെങ്കിലും കുറേ ആണെങ്കിലും, അത് മെഹർ മുതൽ, ഓക്കെ, മെഹർ മുതൽ അവൻ അവൾക്ക് എന്തൊക്കെ കൊടുത്തോ അതൊന്നും തിരിച്ചു വാങ്ങല്. ആ ഭർത്താവ് ഭാര്യയ്ക്ക് എന്തൊക്കെ കൊടുത്തോ അവനായിട്ട് അത് ഡിവോഴ്സ് ചെയ്തിട്ട്, അല്ലെ, 3-മത്തെ ഡിവോഴ്സും കഴിഞ്ഞ് അവനായിട്ട് അത് ഒഴിവാക്കുമ്പോൾ ഒരു വസ്തുവും തിരിച്ചെടുക്കൽ അവന് അനുവദനീയമല്ല. അതെല്ലാം അവൾക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇദ്ദ കഴിഞ്ഞിട്ട് ഭാര്യ പോവാണ്, ഭർത്താവ് പറയാണ്, ഞാൻ അന്ന് നിനക്ക് വാങ്ങി തന്ന ആ സ്വർണ്ണല്ലേ, അതിങ്ങോട്ട് തിരിച്ചാ, നിന്റെ അക്കൗണ്ടിൽ ഇനിയും ഞാനിട്ട പൈസ ഇല്ലേ, അതൊക്കെ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. പറ്റൂല. ആ കൊടുത്തു കഴിഞ്ഞോ അത് അവക്കുള്ളതാണ്, അത് തിരിച്ചു ചോദിക്കാൻ പാടില്ല. ഇത്രയും കൊല്ലം ഞാൻ നിന്റെ മേൽ എത്ര പൈസയാ ചെലവഴിച്ചത്, ഇത്ര ചെലവാ നിനക്ക് ഉണ്ടായത്, അതൊക്കെ എനിക്ക് തിരിച്ചത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്നും തിരിച്ചു ചോദിക്കാൻ പറ്റില്ല, ഹലാലല്ല, അനുവദനീയമല്ല. അള്ളാഹ് പറയണം നിങ്ങൾക്ക് അത് അനുവദനീയമല്ല. സുബ്ഹാനല്ലാഹ്. അത് ഹറാമാണ്. പലപ്പോഴും ആളുകൾ അത് ചെയ്യാറുണ്ട്. ഡ്രസ്സാണെങ്കിലും അവർ വാങ്ങിക്കൊടുത്തത് എന്തും അതൊക്കെ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. സുബ്ഹാനല്ലാഹ്. ചിലർ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കും, ഇത്ര സമയം ഇത്ര ചെലവാണ് നിനക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ പൈസ ഇവിടെ നിന്റെ വാപ്പനോട് ഇവിടെ കൊണ്ടുതരാൻ പറയും, എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ. സുബ്ഹാനല്ലാഹ്.
ശരിക്കും ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുത്തിട്ട് അത് തിരിച്ചെടുക്കുന്നവനെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു നായ അത് ഛർദ്ദിച്ചിട്ട് ആ ഛർദ്ദിച്ചത് നക്കുന്നത് അല്ലെ, അത് കഴിക്കുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞാലും ആളുകൾ അത്യാഗ്രഹം കാരണം അല്ലെ, പൈസയോടുള്ള ദുനിയാവിനോടുള്ള അത്യാഗ്രഹം കാരണം അവർ കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാനുള്ള ശ്രമം. ഇതൊന്നും ഇപ്പോൾ ചിലപ്പം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലായിരിക്കും. പല സ്ഥലങ്ങളിൽ പല കാര്യങ്ങൾ പല രീതികളിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഓരോരോ ഭാഗങ്ങൾ ഓരോരുത്തർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അറിഞ്ഞിരിക്കുക, എന്നാലേ നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ശരിക്കും ഒരു സ്ത്രീക്ക് കൊടുത്ത സാധനങ്ങളെല്ലാം ആ ഒരു ഡിവോഴ്സിന്റെ സമയത്ത് അത് തിരിച്ചു വാങ്ങാന്ന് പറയുമ്പോൾ ഭയങ്കര വേദനാജനകമായ കാര്യമാണ്. പൊതുവേ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ തലാഖ് ചൊല്ലി ഒരു സ്ത്രീയെ അയക്കാന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് അത് ഭയങ്കര വേദനയുള്ള കാര്യമാണ് അല്ലെ. രണ്ടുപേര് വിവാഹം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരീരം ഉണ്ടായ പോലെയാണ്. ശരിക്കും ഒരു ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ച് മാറ്റുമ്പം എന്തൊരു വേദനയായിരിക്കും അല്ലെ. അപ്പം ഭയങ്കര വേദനയുള്ള കാര്യമാണ് സ്ത്രീക്ക് വിവാഹമോചനം എന്ന് പറയുന്നത്. അപ്പം ഈ സാധനങ്ങളൊക്കെ തിരിച്ചു ചോദിക്കുന്നത് ഒരു പക്ഷേ അവൾക്ക് ആ ഒരു മെറ്റീരിയലിനോടുള്ള ആ സാധനത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ല അവൾക്ക് ആ തിരിച്ചു ചോദിക്കുമ്പോഴുള്ള ആ ഒരു പെയിൻ ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള വേദന അവൾക്ക് ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. അവളെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങിയവളാണ് അല്ലെ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയവളാണ്. ഈ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇമോഷണലി അവൾ ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. ആ സമയത്ത് മുറിവിൽ കുത്തി നോവിക്കുക എന്ന് പറയുന്നത് പോലെ അവൾക്ക് കൊടുത്തതൊക്കെ നീ തിരിച്ചു കൊണ്ടുപോവാ എന്നൊക്കെ പറയുമ്പോൾ അത് അതിഭയങ്കരമായ മാനസികമായ പീഡനമാണ്. അതുകൊണ്ട് അത് അനുവദനീയമേ അല്ല പുരുഷനും. ഓക്കെ, അള്ളാഹു പറയാണ് അന്ത ഹുദു മിമ്മ ആതൈതുമൂഹുന്ന ഷൈഅൻ ഇല്ല ഒഴികെ. ഇവിടെ ഒരൊറ്റ കേസ് ഉണ്ട്, എന്ത്? പുരുഷന് കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പറ്റുന്നത്. ഓക്കെ, അവന് വിവാഹത്തിന്റെ സമയത്തും അതിനുശേഷവും ഒക്കെ സ്ത്രീക്ക് കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ് ആ കേസ്? ഐ യഖാഫ, അവര് രണ്ടുപേരും ഭയപ്പെടുന്നു. യഖാഫ ഖ വാവ് ഫ ഖൗഫ്. ഓക്കെ, ഭാവിയിൽ എന്തെങ്കിലും ഒരു ഡേഞ്ചർ, അപകടത്തെ ഭയപ്പെടുക ആണ് ഖൗഫ് എന്ന് പറയുന്നത്. അപ്പൊ ഭർത്താവും ഭാര്യയും, ആദ്യത്തെ കേസിൽ ഭർത്താവാണ് ഒഴിവാക്കുന്നത് അല്ലെ, തൊലാഖ് എന്ന് പറയുന്നത് ഭർത്താവാണ് ഒഴിവാക്കുന്നത്. ഇവിടെ ഭർത്താവും ഭാര്യയും അവർക്ക് രണ്ടുപേർക്കും ഈ ഒരു ഭയമുണ്ട്. അല്ല, അത് എന്താണ്? അല്ല യുഖീമ ഹുദൂദല്ലാഹ്. യുഖീമ ഖാഫ് വാവ് മീം മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്താന്നൊക്കെ അർത്ഥം. ഹുദൂദല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹുദൂദുകൾ, അതായത് ആ ഒരു ലിമിറ്റുകൾ, അള്ളാന്റെ ലിമിറ്റുകൾ നിലനിർത്താൻ പറ്റൂല എന്ന് അവർ രണ്ടുപേരും ഭയപ്പെടുകയാണെങ്കിൽ, യുഖീമ കാഫ് വാവ് മീം ഇഖാമത്തു സ്വലാത്ത് നമ്മൾ പറയാല്ലേ, നിലനിർത്തുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന്, അത് നിലനിർത്തുന്നതിന് ആണ് യുഖീമ അല്ലെങ്കിൽ ഇഖാമ എന്നൊക്കെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ രണ്ടുപേരും അവർക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ തുടരാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഹദൂദുകൾ, ഹദൂദ് എന്ന് പറയുന്നത് ഹദ്ദിന്റെ പ്ലൂറലാണ്, അള്ളാഹുവിന്റെ പരിധികൾ അനുസരിച്ച് കൊണ്ട് നിൽക്കാൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ, ഹദൂദ് എന്ന് പറഞ്ഞാൽ ശറഈയായിട്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പനകൾ. ഓക്കെ, കാരണം ഭർത്താവിനും ഭാര്യക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കടമകളും അല്ലെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്, ചില അവകാശങ്ങളും ഉണ്ട്. അപ്പം ഭർത്താവിന് തോന്നുകയാണ് ഓക്കെ എനിക്ക് എന്റെ ഭാര്യക്ക് കൊടുക്കാൻ പറ്റില്ല, അതുപോലെ ഭാര്യക്കും തോന്നുകയാണ് എനിക്ക് എന്റെ ഭർത്താവിന്റെ അവകാശങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഞാൻ അനുസരണക്കേട് കാണിക്കേണ്ടി വരും ഇതിനകത്ത് ഞാൻ തുടരുകയാണെങ്കിൽ. ഓക്കെ, ഈ ബന്ധത്തിൽ ഞാൻ തുടരുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹദൂദുകൾ ഞാൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ രണ്ടുപേരുടെ കാര്യത്തിലും അങ്ങനെ ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ, രണ്ടുപേർക്കും അവകാശങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിറ്റുവേഷനിൽ ഭർത്താവിന് എന്ത് ചെയ്യാം? ഭാര്യക്ക് കൊടുത്തതെല്ലാം തിരിച്ചു വാങ്ങാം. പക്ഷെ രണ്ടുപേർക്കും ഉള്ള പ്രശ്നമായിരിക്കണം, ഭാര്യക്കും കൂടെ ഉണ്ടാവണം ഈ കേസിൽ. എനിക്ക് ഭർത്താവിന്റെ ഹക്ക് കൊടുക്കാൻ പറ്റൂല, അതേപോലെ ഭർത്താവിനും തോന്നാണ് എനിക്കും പറ്റൂല. അതേപോലെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും. കാരണം ഫഇൻ ഖിഫ്തും അല്ലെ, ഇവിടെ പ്ലൂറലാണ്, രണ്ടുപേരല്ല. ഇഖാഫ എന്ന് പറഞ്ഞെടുത്ത് രണ്ടുപേരാണ്. ഇവിടെ ഖിഫ്തും, നിങ്ങൾ എല്ലാവരും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഇവിടെ എല്ലാവരാണ് ബന്ധുക്കളും. ഓക്കെ, അവർക്ക് എന്താണ്? അല്ലാ യുഖീമ ഹുദൂദ് അല്ലാഹ്, ഈ അള്ളാഹുവിന്റെ ഹദൂദുകൾ നിലനിർത്താൻ പറ്റൂല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ, ഫലാ ജുനാഹ അലൈഹിമ, അവരുടെ മേൽ പിന്നെ തെറ്റൊന്നുമില്ല. ആരുടെ മേല്? ഭർത്താവിന്റെയും ഭാര്യയുടെയും മേലിൽ. ഫീമ, യാതൊന്നിനെ കുറിച്ച് ഇഫ്തദത് ബിഹി, അവള് ഫിദിയ കൊടുക്കുക, അതായത് വിവാഹമോചനത്തിന് വേണ്ടിയിട്ട്. ഇഫ്തദത് ഫ ദാൽ യ, ഫിദിയ. നമുക്കറിയാം ഫിദിയ എന്നുള്ള വാക്ക് അല്ലെ, ഒരാള് അയാളെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മോചന ദ്രവ്യം, അതിനാണ് ഫിദിയ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ആരാ മോചന ദ്രവ്യം കൊടുക്കുന്നത്? സ്ത്രീയാണ്.
സ്ത്രീ പുരുഷന് ഒരു സമ്മ് കൊടുത്തിട്ട് അവള് മോചനം വാങ്ങാണ്. ഇവിടെ ശരിക്കും എന്താ റെഫർ ചെയ്യുന്നത്? ഹുൽ അല്ലേ? നമ്മൾ ഇത്രയും നേരം ത്വലാഖ് എന്ന് പറഞ്ഞത് ഭർത്താവ് ഭാര്യക്ക് കൊടുക്കുന്നത്. ഇവിടെ ഹുൽ. ത്വലാഖ് ഭർത്താവ് കൊടുക്കുന്നതാണ്, ഹുൽ എന്താണ്? ഭാര്യ എടുക്കുന്നതാണ്. ഓക്കെ, ത്വലാഖ് കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് അവൻ കൊടുത്തതൊന്നും തിരിച്ചു വാങ്ങാൻ പറ്റൂല. ഹുൽ എന്താണ്? ഭാര്യ എടുക്കുന്നതായതുകൊണ്ട് എന്താക്കാം? അവൾക്ക് ഭർത്താവ് കൊടുത്തതെല്ലാം അവള് തിരിച്ചു കൊടുക്കണം. ഉദാഹരണത്തിന് മെഹർ അല്ലെ? മെഹർ ഭർത്താവ് ഭാര്യക്ക് വിവാഹ സമയത്ത് കൊടുക്കുന്നതാണ്. എന്തിനാ കൊടുക്കുന്നത്? സ്ത്രീ എന്തെങ്കിലും തിരിച്ചു പുരുഷന് കൊടുക്കണോ? കല്യാണത്തിന്റെ സമയത്ത് ഒരു വെഡിങ് റിങ് വാങ്ങണോ? അവളുടെ വെഡിങ് ഡ്രസ്സ് വാങ്ങണോ? അവളുടെ വിവാഹത്തിന്റെ ചെലവുകൾ അവൾ വഹിക്കണോ? ഒന്നും വേണ്ട അല്ലെ? ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായിട്ട് നോക്കുമ്പോൾ സ്ത്രീക്ക് ഒരു ചെലവും എടുക്കേണ്ട കാര്യമില്ല. അവളുടെ കുടുംബക്കാർക്കും ഒരു ചെലവും എടുക്കേണ്ട കാര്യമില്ല. അവളുടെ ഉപ്പക്കും ഉമ്മക്കും യാതൊരു ചെലവും എടുക്കേണ്ട കാര്യമില്ല. ഒരു പൈസ പോലും അവളുടെ വിവാഹ ചെലവിന്റെ ഭാഗമായിട്ട്. പക്ഷെ നമ്മുടെ ട്രഡീഷൻ വേറെയാണ് അല്ലെ? ഭയങ്കര വലിയ റിസപ്ഷൻ നടത്തണം, പാർട്ടി നടത്തണം, കുറേ പൈസ ചെലവഴിക്കണം, അതിന് ലോൺ എടുക്കും, എന്നിട്ട് ആ ലോണിൽ ജീവിതകാലം മുഴുവനും ജീവിക്കും. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടിയിട്ട്? വിവാഹത്തിന്റെ ചെലവിന് വേണ്ടിയിട്ട്. ഇത് ഇസ്ലാമികമല്ല. സുബ്ഹാനല്ലാഹ്. ഇവിടെ വിവാഹം എന്ന് പറഞ്ഞാൽ പുരുഷനാണ് സീക്ക് ചെയ്യുന്നത്, തേടുന്ന ആള്. പുരുഷൻ സ്ത്രീയെ തേടാണ്. അതുകൊണ്ട് അവൻ ആണ് എല്ലാ ചെലവുകളും വഹിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. പുരുഷനാണ് സ്ത്രീയുടെ കൈ വിവാഹത്തിൽ അവളുടെ ഉപ്പയോട് ചോദിക്കുന്നത്. ഇതിന്റെ അർത്ഥം സ്ത്രീക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റൂല എന്നല്ല. ഓക്കെ, അതും അനുവദനീയമാണ്. പക്ഷെ പുരുഷനാണ് ഇവിടെ വിവാഹത്തിന് വേണ്ടിയിട്ട് തേടുന്ന ആള്. അവനാണ് എല്ലാ ചെലവുകളും നയിക്കേണ്ടത്. ഇനി സ്ത്രീയുടെ സൈഡിൽ, ഭാര്യയുടെ സൈഡിൽ അവർക്ക് ഒരു പാർട്ടി നടത്തണം, അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവരുടെ കയ്യിലുള്ള പൈസക്ക് ആളുകളെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം. വീണ്ടും ഈ പറഞ്ഞ പോലെ മഅറൂഫ്, ഓക്കെ, ഉർഫ അനുസരിച്ചിട്ട്. പക്ഷെ ഇസ്ലാമികമായിട്ട് അങ്ങനെ ഒരു ബാധ്യത അവരുടെ മേലെ ഇല്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ സുബ്ഹാനല്ലാഹ് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിന്റെ ഹറാമി കാര്യങ്ങളിലേക്കൊന്നും അല്ല പോണത്, മ്യൂസിക് അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും അല്ല പോണത്. പക്ഷെ അതിന്റെ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പം അല്ലേ, ഒരു നിക്കാഹ് വേറെ, റിസപ്ഷൻ വേറെ, വലീമ വേറെ, അതിന്റെ അപ്പുറത്ത് പല 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 പേരുകളിലും പലതും നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവർ കല്യാണം നടത്തുന്നവരും അവരുടെ ചെലവും അവരുടെ കാര്യങ്ങളും ഒരു വശത്ത്, കല്യാണത്തിന് പോകുന്നവരുടെ കാര്യമോ സുബ്ഹാനല്ലാഹ്, പോകുന്നവരുടെ ചെലവ്, പോകുന്നവരുടെ സമയം, അവരുടെ ജോലി, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ അത് നടക്കുള്ളൂ. കാരണം ജോലി ഇല്ലാത്തവർ കുറെ പേരുണ്ട്, അവർക്ക് കുറെ സമയമുണ്ട്. പുറത്തുള്ള ഒരു സിറ്റിയിലും ഇങ്ങനെ വിവാഹം നടക്കാറില്ല. ഒരു നേരം, അതും ഏതെങ്കിലും ഒരു നേരം, ഒരു രാവിലെ ഒരു വൈകുന്നേരമൊക്കെ. കാരണം എല്ലാവരും ജോലിയുള്ളവരാണ്, അവർക്ക് അവരുടെ ജീവിതമാണ്, ജീവിതത്തിലെ ചെലവുകൾ, അതാണ് ഇമ്പോർട്ടന്റ്. ഒരു കല്യാണത്തിന് 10 ദിവസം ഒന്നും പോകാൻ വേറെ ഒരു നാട്ടിലും ആർക്കും സമയമില്ല. പോകുന്നവരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പം കുറേ എല്ലാ കാര്യങ്ങളും ബാധിക്കപ്പെടുകയാണ് ഇങ്ങനെ കുറേ ദിവസം കല്യാണം കഴിക്കും. കുട്ടികളുടെ കാര്യം അതിനേക്കാൾ അപ്പുറം കഷ്ടം അല്ലെ? അവര് മാഷാ അല്ലാഹ് അവര് സ്കൂളും പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സിസ്റ്റത്തിൽ അങ്ങനെ പോവായിരിക്കും. ഈ ഇങ്ങനെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ 5-6 ദിവസം 5-6 മണിക്കൂറുകളോളം അവരുടെ താളം മൊത്തം തെറ്റും. നമ്മൾ വലിയവരെ പോലെ അവർക്ക് അത് തിരിച്ച് റൂട്ടീനിലേക്ക് വരാൻ ഭയങ്കര പ്രയാസ. അങ്ങനെ വരുമ്പോഴേക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലും പുതിയത് വരും അല്ലെ? എന്തിനാ ഇത്രയും വലിയ ഭാരം നമ്മൾ കുടുംബത്തിൽ കല്യാണം കൊണ്ട് ഉണ്ടാക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വെച്ചാല് വിവാഹം അല്ലെങ്കിൽ നിക്കാഹ് എന്ന് പറഞ്ഞാൽ പുരുഷനാണ് തേടുന്ന ആള്. അവനാണ് ഭാര്യയുടെ മേൽ സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അവനാണ് മെഹർ കൊടുക്കുന്നത്. മെഹർ എന്ന് പറയുന്നത് എന്താ? അവന്റെ സ്നേഹമാണ് അല്ലെ? ഞാൻ നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ഞാൻ ഈ വിവാഹത്തിൽ സീരിയസ് ആണ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങുക എപ്പോഴാ? വെറുതെ കളയാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങും. നമുക്ക് വളരെ പ്രത്യേകിച്ച് വലിയ ചെലവുള്ള വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് റിസർച്ച് നടത്തൂലേ, അത് നല്ലതാണോ, എനിക്കത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ശരിക്കും ഉപയോഗിക്കാൻ പറ്റും. ഒരു വാഷിംഗ് മെഷീൻ, ഒരു ഫ്രിഡ്ജ് ഒക്കെ വാങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അത്രയും സീരിയസ് ആവുമ്പോഴാണ് അത് എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. മാത്രമല്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യൂലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഭർത്താവ് ആ ഒരു പൈസയൊക്കെ കൊടുത്ത് മെഹറൊക്കെ കൊടുത്ത് വളരെ സീരിയസ് ആയിട്ട് ഈ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കുന്നത്. ആ ഒരു സ്നേഹത്തിന് വേണ്ടി. ഈ സ്ത്രീയിൽ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് ഇവളെ കല്യാണം കഴിക്കണം, അതിനാണ് ഞാൻ ചെലവാക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാർക്ക് വിവാഹത്തിൽ അധികം അവകാശമുള്ളത്. കാരണം അവരാണ് അവിടുത്തെ അല്ലെ, നമ്മൾ അതിന്റെ കാരണം പറഞ്ഞിരുന്നു, അവർ ചെലവഴിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ആയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഭർത്താവിന് കൂടുതൽ അവകാശമുള്ളത്. കാരണം അവൻ ചെലവഴിക്കുന്നു, അവൻ ഫിനാൻസസ് നോക്കുന്നു, അവൻ വീട് വെക്കുന്നു, അവൻ ഭക്ഷണം കൊടുക്കുന്നു. സത്യം പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഈക്വാലിറ്റി ഗെയിം
സമത്വത്തിന്റെ ഗെയിം വന്നത് തന്നെ എന്തുകൊണ്ടാണെന്നറിയോ? ഈ അവൻ ചെലവഴിക്കുക എന്നുള്ളതിന് പകരം ഈ അവള് ചെലവഴിക്കലും അവള് കൊണ്ടുവരലും അവളെ പ്രോപ്പർട്ടിയും അവളെ സ്വർണവും ആയതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളായിട്ടാണ് ആ ഒരു സിസ്റ്റത്തിന്റെ ബാലൻസ് തെറ്റിച്ചത്. ആ ഒരു ബാലൻസ്, പുരുഷനുള്ള ആ ഒരു അവകാശത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ ബാലൻസ് നമ്മളായിട്ട് തെറ്റിച്ചതാണ്. അവളുടെ കയ്യിൽ ഇനി എന്തുണ്ടെങ്കിലും അത് അവൾക്കുള്ളതാണ്, അതിന് കുഴപ്പമില്ല. പക്ഷെ അത് ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് അവള് ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ അവളുടെ സ്വർണം എടുത്ത് അവൻ ചെലവഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവന്റെ ആ ഒരു വോയിസ് അവിടെ നഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. പിന്നെ ഭർത്താവ് അതിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യാൻ തോന്നുമ്പോൾ പിന്നെ അവനൊരു വാക്ക് അവിടെ പറയാനില്ലാണ്ടാവുകയാണ്. അള്ളാഹുവിന്റെ സിസ്റ്റം തെറ്റിപ്പോവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ വിവാഹം എന്ന് പറയുമ്പോൾ പുരുഷനാണ് തേടുന്നവൻ, പുരുഷനാണ് സ്പെൻഡ് ചെയ്യുന്നവൻ, അതുകൊണ്ട് അവൻ അതിന്റെ സീരിയസിറ്റി കാണിക്കുന്നവനാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ വരുമ്പം പിന്നീട് അവൻ ഈ വിവാഹം കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല, എനിക്ക് എന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണം, തലാക്ക് ചെയ്യണം എന്ന് അവൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? കാരണം ഇവന്റെ ഇഷ്ടത്തിന് ഇവൻ ചെലവഴിച്ച് ഇവൻ നടത്തിയ കാര്യമാണ്, അല്ലെ? അവനാണ് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സ്നേഹത്തോടു കൂടി. എന്നിട്ട് അവൻ തീരുമാനിക്കുക എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തൊക്കെ നീ തിരിച്ചതെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല, അല്ലെ? അവന്റെ ആ ഒരു ഇഷ്ടം പോയി. അവൾക്ക് ചിലപ്പം കൂടെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവനാണ് വേണ്ടാത്തത്. അപ്പം അവന് അത് ഡിവോഴ്സ് കൊടുക്കുമ്പം അവളുടെ അടുത്തുനിന്ന് എല്ലാം തിരിച്ചു വാങ്ങാൻ പറ്റൂല, മഹർ തിരിച്ചെടുക്കാൻ പറ്റൂല, ഗിഫ്റ്റുകൾ തിരിച്ചെടുക്കാൻ പറ്റൂല. പക്ഷെ ഹുൽന്റെ കേസിൽ അത് ഡിഫറെന്റ് ആണ്. ഹുൽന്റെ കേസിൽ ഭർത്താവിനും ഭാര്യയ്ക്കും തോന്നാണ് ഇല്ല ഇത് ശരിയാവില്ല, എനിക്ക് ഇനി ഇയാളുടെ കൂടെ, ഭാര്യ എടുക്കുന്ന ഒരു തീരുമാനമാണ്, അല്ലെ? എനിക്ക് ഇയാളുടെ കൂടെ ഇനി സെറ്റ് ആവൂല, എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവർ ശരിക്കും രണ്ടുപേരും വിവാഹം ചെയ്ത് സ്നേഹിക്കാൻ പറ്റും, ഓക്കെ ആണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അവരുടെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ അതൊക്കെ ഓവർലുക്ക് ചെയ്തോളാം, സ്നേഹത്തോടു കൂടി ജീവിച്ചോളാം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നീട് അവൾക്ക് ഇല്ല, അത് സെറ്റ് ആവുന്നില്ല എന്ന് തോന്നാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹയുടെയും സൈനബ് റളിയല്ലാഹു അൻഹയുടെയും കാര്യത്തിൽ നടന്ന വിവാഹം, സുബ്ഹാനല്ലാഹ്. അവർ രണ്ടുപേരും വളരെ മുത്തഖീങ്ങളായിട്ടുള്ള മനുഷ്യന്മാരായിരുന്നു, സച്ചരിതരായ മനുഷ്യന്മാരായിരുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയോ? ഇല്ല. കാരണം സെയ്ദ് ഒരു ഫ്രീ ആയിട്ടുള്ള അടിമയായിരുന്നു, സൈനബ് ഖുറൈശ് ഗോത്രത്തിലുള്ള, അല്ലെ, വളരെ ഹൈ ലെവലിലുള്ള ഒരു സ്ത്രീ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു, അവരുടെ സ്റ്റേറ്റസിന്റെ ഡിഫറൻസ്. സൈനബ് റളിയല്ലാഹു അൻഹ വളരെ ഉയർന്ന നിലയിലുള്ളതും സെയ്ദ് സമൂഹത്തിന്റെ താഴെക്കിടയിലുള്ളതുമായിരുന്നു. ഇസ്ലാം ഇതിന് ഒരുപാട് വാല്യൂ ഒന്നും കൊടുക്കുന്ന കാര്യമേ ഇല്ല, സമൂഹത്തിലെ എന്താണ് ഉയർന്ന നില എന്നുള്ള കാര്യമൊന്നും. പക്ഷെ കൾച്ചറലി, സാമൂഹികമായിട്ട് വരുമ്പം അവർക്ക് രണ്ടുപേർക്കും ഒത്തുപോകാൻ വേണ്ടി ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ അവരുടെ നിക്കാഹ് അല്ല അവരുടെ തൊലാഖ് ചെല്ലുക, അല്ലെ? അതുപോലെയുള്ള വേറെ പല സാഹചര്യങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ്, അതായത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ്, അവർക്ക് ഒരു കുഴപ്പമില്ല, ഓക്കെ, അവരുടെ ദീനിനെ ഒന്നും ഞാൻ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല, ഒരു കുഴപ്പമില്ല, സ്വഭാവത്തിലും ഒരു കുഴപ്പമില്ല, വളരെ നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിലൂടെ എനിക്ക് കുഫ്ർ ചെയ്യാൻ ആഗ്രഹമില്ല. അതായത് കുഫ്ർ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളെ നിഷേധിക്കുക, അല്ലെ? അപ്പം അദ്ദേഹം ഞാനുമായിട്ട് ചില കാര്യങ്ങളിൽ സെറ്റായി പോവാത്തത് കാരണം എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളെ നിഷേധിക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തെ അനുസരിക്കാൻ എനിക്ക് പ്രയാസം തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ, അല്ലെ, ശാരീരികമായിട്ട് അവൾക്ക് സെറ്റ് ആവുന്നില്ല, ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്ക് സെറ്റ് ആവുന്നില്ല, അതുകൊണ്ട് തന്നെ അയാളുടെ അവകാശങ്ങൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, നീ അവന്റെ തോട്ടം തിരിച്ചു കൊടുക്കുവോ? കാരണം മെഹറായിട്ട് അതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പം പറയും, അതെ, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രയേലിൽ നിന്ന് ആ തോട്ടം എടുത്ത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. അങ്ങനെ ആ ഒരു വിവാഹം ആയി, അതായത് ഡിവോഴ്സായി, സ്ത്രീ ചോദിച്ചതിന്റെ പേരിൽ. അപ്പം ഇതുപോലെ പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. സ്ത്രീക്ക് ഭർത്താവിനെ ഇഷ്ടപ്പെടാതിരിക്കുക, സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒരു കാരണത്താൽ. അവൻ ചിലപ്പോൾ പുരുഷൻ നല്ല മനുഷ്യനായിരിക്കും, പള്ളിയിൽ പോകുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, സ്വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും, അവളെ നോക്കുന്നുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു കാരണത്താൽ അവൾക്ക് ചിലപ്പോൾ അതൊരു കൾച്ചറൽ, സാമൂഹികമായിട്ടുള്ള ഒരു ഡിഫറൻസ് ആവാം. അവന്റെ ചില മാനേഴ്സ് അവൾക്ക് പറ്റാത്ത, അവളുടെ ചിലപ്പോൾ സംസാരങ്ങൾ, സംശയകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവളെ പ്രയാസപ്പെടുത്തുന്നുള്ളതാവാം. ഓക്കെ, അപ്പം മാറി നിൽക്കണം. ഇനി ചിലപ്പം ബന്ധുക്കൾ കാരണമുള്ളതാവാം, സുബ്ഹാനല്ലാഹ്, അതും വരാം. അങ്ങനെയൊക്കെ പല പ്രയാസങ്ങൾ കാരണം മാറണം തോന്നിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുടുംബത്തിലോ പെട്ട ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാം, അല്ലെ? അത് ബന്ധം കട്ട് ചെയ്തിട്ടില്ലെങ്കിലും
അത്യാവശ്യമുള്ള സമയത്ത് മാത്രം ഒന്ന് സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. പക്ഷെ അത് നമ്മുടെ ഭർത്താവായിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അയാളുടെ ചില കാര്യങ്ങൾ നമുക്ക് തീരെ പ്രയാസമാകുമ്പോൾ ഫുൾ ടൈം നമ്മൾ കാണേണ്ടതാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനോട് നമ്മളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് നീതിയല്ല, നമുക്ക് ഒരു തരത്തിലും പ്രയാസമാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിന്റെ അർത്ഥം നാളെ തന്നെ എന്റെ ഭർത്താവിന്റെ മൂക്കിന് ഭയങ്കര നീളാണ്, മൂപ്പര് വായിക്ക് ഭയങ്കര നാറ്റാണ്, അല്ലെങ്കിൽ മൂപ്പര് തിരുമ്പുന്നില്ല എന്നൊന്നും പറഞ്ഞ ആരും ഡൈവേഴ്സ് ഒന്നും ചെയ്യാൻ പോയേക്കല്ലേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് എന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ല, മൂപ്പര വർത്താനം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഹൊല്ലേനൊന്നും പോവണ്ട. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും ഏത് ഓപ്ഷൻ പറയുമ്പോഴും നമുക്കറിയാം അവസാനത്തെ ഒരു ഓപ്ഷൻ അവിടെ വേറെ കിടക്കുന്നുണ്ടെന്നല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാതെ അല്ലെ, കണ്ടിൽ നിന്ന് നടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ക്ഷമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്തായാലും തരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെ. ദീനിന് വേണ്ടിയിട്ട് വിവാഹം ചെയ്യുക. സുബ്ഹാനല്ലാഹ്. പക്ഷെ ചില സമയത്ത് നമ്മൾ അതിനു വേണ്ടി വിവാഹം ചെയ്താലും വേറെ ചില കാര്യങ്ങൾ ഭയങ്കര പ്രയാസം, അതായത് നമ്മളുടെ ദീനിനെ പോലും ബാധിക്കുന്ന രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ബാക്കിയുണ്ട്. അവൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾക്ക് കണ്ടിന്യൂ ചെയ്യാതിരിക്കാം. ഇവിടെയും ഞാൻ പറയാണ്, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ്, സോഷ്യൽ നോംസ്, അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അതുകൊണ്ട് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകണ്ട. കാരണം ഓരോ വ്യക്തിയും കടന്നു പോകുന്നത് ആ വ്യക്തിക്കും അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഓരോ വ്യക്തിയുടെയും കപ്പാസിറ്റി അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള കഴിവ് ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഡിഫറെന്റ് ആണ്, ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആണ്. ചിലപ്പം പുരുഷൻ വളരെ നല്ലതായിരിക്കും ചില കേസിൽ, പക്ഷെ കുടുംബത്തിന്റെ സ്ട്രക്ചർ കൊണ്ട് അവൾക്ക് അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും അല്ലെ. അവൾക്ക് പ്രൈവസി വേണം, ഒരിത്തിരി പ്രൈവസി പോലും കിട്ടൂല. അവളെ വീട്ടിലുള്ള എല്ലാവരും അവളെ അബ്യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഭർത്താവിന്റെ ഉമ്മ, വാപ്പ, സഹോദരി, അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ ഭർത്താവാണെങ്കിലോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ എന്താ വേണ്ട വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയുന്ന സാഹചര്യങ്ങൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ അവൾക്ക് ആ വിവാഹത്തിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവൾക്ക് വേണമെങ്കിൽ, അവൾക്ക് അതിന് അത്യാവശ്യമാണെങ്കിൽ നിൽക്കാനുള്ള ഓപ്ഷനും അവിടെ ബാക്കിയുണ്ട്. ഓക്കെ, അവൾക്ക് സഹിക്കാൻ പറ്റൂല, ഇനി ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ എന്റെ തന്നെ ഇഹലോകത്തെയും പരലോകത്തെയും ബാധിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ അവൾ എത്തുകയാണെങ്കിൽ അവൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഭർത്താവും ഭാര്യയും മഹബദ്ധത്തോടു കൂടി റഹ്മത്തോടു കൂടിയും ജീവിക്കേണ്ട ആളുകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ രണ്ട് സാധനം ഒരു തരത്തിലും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് എത്ര അടി ഉണ്ടാക്കിയാലും ആ മഹബത്തും റഹ്മയും അവിടെ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ളവർ അവരെ ഒത്തു പോവുകയും ചെയ്യും കുറെ കാലം. സുബ്ഹാനല്ലാഹ്. അത് അല്ലാത്തൊരു സിറ്റുവേഷനിൽ അവൾക്ക് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോകാൻ അവിടെ ഒരു ഓപ്ഷൻ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്. പല 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 കുടുംബങ്ങൾ പ്രത്യേകിച്ച് അതൊക്കെ എനിക്കൊന്ന് ഇപ്പൊ അത് കുറെ കുറഞ്ഞു വരുന്നുണ്ട്. ഒരു മരുമകൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ഇതുവരെ വന്ന പണിക്കാർത്തിയും അല്ലെ അടിച്ചാരുന്നാളും എല്ലാരെയും പറഞ്ഞേക്കും. പിന്നെ ഇതൊക്കെ ഈ മരുമോളാ ചെയ്യേണ്ടത് എന്നുള്ള ആ സിറ്റുവേഷനൊക്കെ ഇപ്പൊ കുറഞ്ഞു വരികയാണ്. കാരണം പെൺകുട്ടികൾ അതിന് കിട്ടാത്തത് കൊണ്ട്. നമ്മളൊക്കെ ഒരു ജനറേഷനിൽ അതൊക്കെ ഒരുപാട് അനുഭവിച്ചിരുന്നു. അതായത് ഒരു എന്താണ്, ഒരു പ്രിസണറെ പോലെ, ആ വീട്ടിലെ ഒരു വേലക്കാരിനെ പോലെ ജീവിക്കേണ്ട, അവളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് ജീവിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അൽഹംദുലില്ലാ ഇപ്പം മാറി. അപ്പം ഇതുപോലെയുള്ള ഏതെങ്കിലും എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഒരു സ്ത്രീക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവളുടെ അടുത്ത് നീ സബ്ർ ചെയ്യേ, ശുക്ർ ചെയ്യുന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അവൾക്കത് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, അവൾക്ക് പിന്നെ അതിന് മുമ്പോട്ട് ഭർത്താവിനെ ഇനി സ്നേഹിക്കാൻ പറ്റൂല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, ഭർത്താവിന്റെ അവകാശങ്ങളൊക്കെ വിട്ടുകൊടുത്ത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഒരുപക്ഷെ അവള് വിശ്വാസത്തിനെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലും ചോദ്യം ചെയ്യുന്ന ആ ലെവലിലുള്ള ഒരു ഡിപ്രഷനിലേക്കും സൈക്കോളജിക്കൽ പ്രോബ്ലംസിലേക്കൊക്കെ എത്താനുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഹുൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ അപ്പോഴും സുബ്ഹാനല്ലാഹ് ഭർത്താവിന് കുഴപ്പമില്ല, എനിക്ക് വേണമെങ്കിൽ ഇവിടെ തുടരാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഭർത്താവിന് ഇതിൽ പോകണ്ട എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ, ഇപ്പം അവിടെ ആർക്കാണ് പുറത്തേക്ക് പോകേണ്ടത്? സ്ത്രീക്കാണ് അല്ലെ. അപ്പോ അവന് അവൾക്ക് കൊടുത്തതെല്ലാം തിരിച്ചെടുക്കാൻ അവിടെ അവകാശമുണ്ട്. ഇത് രണ്ടു കൂട്ടരും എഗ്രി ചെയ്തുകൊണ്ട്, ഓക്കെ, നിങ്ങൾ എനിക്ക് തന്നതല്ല ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ എഗ്രി ചെയ്തുകൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ ജഡ്ജ് ഉണ്ടാവും അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ. അതൊരു ഇസ്ലാമിക് ജഡ്ജ് ആവാം, ഇനി കോർട്ട് ത്രൂ ആണെങ്കിൽ അങ്ങനെ ആവാം. ആ ജഡ്ജ് തീരുമാനിക്കുകയാണ് ഇന്ന ഇന്ന സാധനങ്ങൾ നീ കൊടുത്തോ. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു പക്ഷേ ജഡ്ജ് തീരുമാനിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് തന്ന തോട്ടം നീ തിരിച്ചു കൊടുക്കോ? അവള് പറഞ്ഞു ഓക്കെ, അത് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അവർ തമ്മിൽ ഖുൽഅ നടത്തി. സ്ത്രീക്ക് പുറത്തേക്ക് പോകാൻ പറ്റി.
അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞതാണ്. സോ ഫലാ ജുനാഹ അലൈഹിമ ഫീ മഫ്തദത് ബിഹി, അവരുടെ രണ്ടുപേരുടെയും മേല് ഒരു തെറ്റുമില്ല അവൾ ഇപ്രകാരം മോചനദ്രവ്യം സ്വയം കൊടുത്തിട്ട് പോവാണെങ്കിൽ. ഓക്കെ, അവള് ഭർത്താവിന് എന്തെങ്കിലും കൊടുത്ത് അവളെ സ്വയം ഫ്രീ ആക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരിലും തെറ്റില്ല. ഇനി ഭർത്താവ് കല്യാണത്തിന്റെ സമയത്ത് ഭാര്യയ്ക്ക് എന്തൊക്കെയോ കൊടുത്തു, ഓക്കെ, കുറെ പൈസ കൊടുത്തു, മെഹറും അല്ലാത്തതും ഒക്കെ കൊടുത്തു, ഒരു 10,000 അല്ലെങ്കിൽ 1,00,000 റുപ്യ മെഹർ കൊടുത്തു, അല്ലെങ്കിൽ ഇത്രയും സ്വർണം കൊടുത്തു എന്ന് വിചാരിക്കാം. പക്ഷെ ഈ ഹുൽന്റെ സമയത്ത് ഭാര്യയുടെ കയ്യിൽ ഇതൊന്നും ഇല്ല, ഞാൻ ചെലവാക്കിപ്പോയി ഇനിയിപ്പോ എന്താക്കും, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങിപ്പോയി, സ്വർണം വാങ്ങിപ്പോയി, ഇനിയിപ്പോ എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ ആ ഡ്രസ്സ് തിരിച്ചു കൊടുത്തിട്ട് ഭർത്താവിന് യാതൊരു കാര്യമില്ല അല്ലെ, അവൾ ഉപയോഗിച്ച് സ്വർണ്ണമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വെക്കുകയെങ്കിലും ചെയ്യാം. അപ്പൊ അവൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റൂല, അവൾ കൊടുക്കുക തന്നെ വേണം. ഭർത്താവ് എന്തൊക്കെ നൽകിയോ, കാരണം അതാണ് ജഡ്ജിന്റെ അവരുടെ രണ്ട് പാർട്ടികളുടെയും തീരുമാനം എന്നുണ്ടെങ്കിൽ അവൾക്ക് കിട്ടിയതൊക്കെ അവൾ തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവളുടെ വീട്ടുകാർ ഹെൽപ്പ് ചെയ്തിട്ട് അതിനെ സെറ്റിൽ ചെയ്യണം. ഇനി വീട്ടുകാർക്ക് പറ്റില്ലെങ്കിൽ ഗവൺമെന്റ് അല്ലേ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതെന്തായാലും ഗവൺമെന്റ് ഒന്നും കൊടുക്കൂല. അപ്പം പള്ളിയോ മഹല്ലോ ആരാണെന്ന് വെച്ചാൽ ഇടപെട്ടിട്ട് അവന് അത് തിരിച്ചു കൊടുക്കണം. നമ്മൾ ദീൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുന്ന ദീന, സ്ത്രീയുടെയും പുരുഷന്റെയും അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അല്ലെ. അപ്പം അവൻ അത്രയും അവളുടെ മേല് ചെലവഴിച്ചിട്ട് അവക്ക് സെറ്റ് ആവുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ അവൾ ഇറങ്ങി പോകുമ്പോൾ, അവളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവൻ ഇട്ടിച്ചു പോകുമ്പോൾ അത് ഫെയർ അല്ല. അവിടെ നടത്തുകയാണെങ്കിൽ അവൻ കൊടുത്തതൊക്കെ അവന് തിരിച്ചു കിട്ടണം. ഏത് രീതിയിലാണോ ജഡ്ജ് ഇത് തീരുമാനിക്കുന്നത് ആ രീതിയിൽ അത് ചെയ്യണം. പലപ്പോഴും അതും നടക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്ത്രീകള് നാട്ടിലെ നിയമങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എല്ലാ സംഭവങ്ങളും മാക്സിമം ഭർത്താവിന്റെ അടുത്തൊന്നും പെറുക്കിയെടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ് കൊടുത്ത് ഒന്നും കൊടുക്കാതെ തിരിച്ചു പോണത്. അവൻ അതിന് കിട്ടാൻ അർഹനാണ്, അവൻ അത് കിട്ടുകയും വേണം, കോടതി തീരുമാനിക്കുന്നത് പോലെ. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ ജുനാഹ അലൈഹിം, അവരുടെ മേൽ തെറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം അതൊരു തെറ്റായ ഒരു കാര്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അതായത് അലേഹിം അവരുടെ രണ്ടുപേർക്കും തിന്മയില്ല, അവരുടെ രണ്ടുപേരുടെ പേരിലും തെറ്റില്ല എന്ന് പറഞ്ഞല്ലേ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു നടത്തി പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ജെന്യുവിൻ റീസണോട് കൂടി അല്ലെങ്കിൽ അത് അവളുടെ മേൽ വലിയ ഒരു തിന്മയാണ്, അത് ഓർക്കണം. ഒരു ജെന്യുവിൻ ആയിട്ടുള്ള റീസൺ അല്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തിന്മയാണ് അവളുടെ മേലുള്ള. സുബ്ഹാനല്ലാഹ്, നമ്മളൊരു ഹദീസിനകത്ത് കാണുന്നുണ്ട്, ലാ തസ്അലുൽ മർഅതു സൗജഹ ത്വലാഖ ഫി ഗൈരി കുൻഹിഹി ഫതജിദ റീഹൽ ജന്ന ഫഇന്ന റീഹഹ ലയൂജദു മിൻ മസീറതി 40 ആമൻ. സുബ്ഹാനല്ലാഹ്, ഒരു സ്ത്രീയും തന്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ്, അതായത് ഇങ്ങോട്ട് ചോദിക്കുന്ന കേസാണ് കേട്ടോ, എന്റെ കേസിൽ വളരെ അത്യാവശ്യമല്ലാത്ത സിറ്റുവേഷനിൽ, ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാത്ത സിറ്റുവേഷനിൽ ചോദിക്കുകയാണെങ്കിൽ അവൾക്ക് സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ മണോ 40 വർഷത്തെ ട്രാവൽ ഡിസ്റ്റൻസിൽ പോലും കിട്ടുന്ന സ്മെല്ലാണ് സ്വർഗത്തിൻ്റെത് അല്ലെ. സുബ്ഹാനല്ലാഹ്, അപ്പം പ്രോപ്പർ ആയിട്ട് ഒരു റീസൺ ഇല്ലാതെ ഒരു സ്ത്രീ ചോദിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ മണം പോലും കിട്ടൂല. അപ്പൊ നമ്മള് വെറുതെ ഇങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെയുള്ള പലതിന്റെയും സ്മെല്ല് നമ്മൾ അതിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടൂലേ. സുബ്ഹാനല്ലാഹ്, പക്ഷെ സ്വർഗത്തിന്റെ മണം എന്ന് പറയുന്നത് 40 വർഷക്കാലം യാത്ര ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസിൽ കിട്ടുന്ന ഒരു മണാണ്. ആ മണം കിട്ടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നരകം ഉറപ്പാണെന്നല്ലേ. സുബ്ഹാനല്ലാഹ്, അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ ഒരു സ്ത്രീ നേടിക്കഴിഞ്ഞാല് സ്വർഗത്തിന്റെ അടുത്തേക്ക് പോലും അവക്ക് വരാനുള്ള അവകാശം ഇല്ല. പല സ്ത്രീകളും അല്ലെ, ഓ എന്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെയുണ്ട്, നമ്മളിപ്പോ 5 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് എനിക്ക് നമ്മളവിടെ ടൂർ പോയിട്ടില്ല, അല്ലെങ്കിൽ ഓർക്കൊക്കെ വലിയ വീട് എടുത്തിക്കണ്, നമ്മൾ ഈ കുടിലാ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഓർക്ക് ഐഫോൺ വാങ്ങിക്കൊടുത്തണം, എനിക്ക് ഐഫോൺ വാങ്ങി തന്നിട്ടില്ല, അങ്ങനെയുള്ള റീസൺ ഒന്നും വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് അത് ഭർത്താവ് മഅറൂഫായിട്ട് അവളെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള റീസണുകളൊക്കെ വെച്ചിട്ട് ഒക്കെ നടത്തുകയാണെങ്കിൽ എല്ലാവരും അവനവന്റെ നഫ്സിനോട് തന്നെ ചോദിക്കുക. കാരണം സ്വർഗത്തിന്റെ മണം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണോ എടുത്തത്? സുബ്ഹാനല്ലാഹ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ ജുനാഹ അലൈഹിമ ഫീ മഫ്തദത് ബിഹി എന്ന് പറഞ്ഞപ്പം ഇവിടെ ഭർത്താവിന്റെ മേലെ എന്ത് തെറ്റാണുള്ളത്? അതായത് ഈ ഒരു കാര്യം പറയുമ്പോൾ അവരെ രണ്ടുപേരുടെ പേരിലും തിന്മയില്ല എന്നാണല്ലോ പറഞ്ഞത് അല്ലെ. ഭാര്യയുടെ മേൽ തിന്മ വരാനുള്ള ചാൻസ് അവളൊരു കാരണം കൂടാതെ ഡിവോഴ്സ് വാങ്ങുന്നതാണ്. ഭർത്താവിന്റെ മേൽ എന്ത് തെറ്റാണുള്ളത്? കാരണം അവൻ അവൾക്ക് കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങാണ് അല്ലെ. ജനറലി ഭർത്താവ് ഭാര്യക്ക് കൊടുത്തത് തിരിച്ചു വാങ്ങൽ അനുവദനീയമാണോ?
അല്ല. പക്ഷെ ഈ കേസിൽ അവൾ തിരിച്ചു വാങ്ങാണ്, എന്നാൽ ആ തിരിച്ചു വാങ്ങുന്നത് അവന് തെറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം നേരത്തെ പറഞ്ഞിരുന്നു വലാ യഹില്ലു ലക്കും അല്ലെ, തിരിച്ചു വാങ്ങൽ അവന് അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് അവന് പ്രശ്നമില്ല. തിൽക ഹുദൂദ് അള്ളാഹ്, അത് അള്ളാഹു സുബ്ഹാന തആലയുടെ ഹുദൂദാണ്. അള്ളാഹു തീരുമാനിച്ച ലിമിറ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. തൊലാഖിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ഖുൽഇന്റെ കാര്യത്തില് ഇതൊക്കെ അള്ളാഹു തീരുമാനിച്ചതാണ്. ഫലാ തഅ്തദൂഹ, അതുകൊണ്ട് നിങ്ങൾ അതിനെ മറികടക്കരുത് അല്ലെ. അത് ആ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. തഅ്തദു ഐൻ ദാൽ വാവ് ഉദ്വാൻ എന്ന് പറഞ്ഞാൽ അതിര് കവിയ, ലിമിറ്റ് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ശത്രുത എന്ന് പറയും. ശത്രുതയുടെ പേരിലാണല്ലോ ആളുകൾ ലിമിറ്റ് ക്രോസ് ചെയ്യുക. അപ്പം ഈ ബൗണ്ടറികൾ അള്ളാഹു സെറ്റ് ചെയ്തതാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളാണിത്, അള്ളാഹുവിന്റെ കൽപ്പനകളാണിത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ വയലേറ്റ് ചെയ്യരുത് അല്ലെ. ഹുദൂദ് എന്ന് പറഞ്ഞാൽ ശർഈയായ അള്ളാഹുവിന്റെ കൽപ്പനകൾ. ഹുദൂദിനെ വിലക്കുകൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഹുദൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളും കൽപ്പനകളും വിലക്കുകളും വരും. അപ്പൊ ഫലാ തഅ്തദൂഹ, നിങ്ങൾ അതിനെ അതിര് കവിയരുത്, അല്ലെങ്കിൽ മുറിച്ച് കടക്കരുത്, ക്രോസ് ചെയ്യരുത്, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കരുത്, അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരണക്കേട് കാണിക്കരുത്. എന്നാൽ ഫലാ തഖ്റബൂഹ എന്നാണ് പറയുന്നതെങ്കിൽ, നിങ്ങൾ അതിന്റെ അടുത്തേക്ക് പോലും പോകരുതെന്ന് പറയുന്നതാണെങ്കിൽ അവിടെ എന്താണ്, വിലക്കുകളാണ്. ഓക്കെ, നിങ്ങൾ ആ വിലക്കുകളുടെ അടുത്തേക്ക് പോലും പോകരുത് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ അതിനെ അള്ളാഹ് പറഞ്ഞതിനെ അതേപോലെ അനുസരിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരാളുടെ ഒരു എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഒക്കെ, അപ്പൊ അതിന്റെ ചുറ്റുപാടും ഒരു ബൗണ്ടറി വാൾ ഉണ്ടാവും അല്ലെ. അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും നോ ട്രെസ് പാസിങ്. ആർക്കും അങ്ങനെ അതിനകത്തേക്ക് വെറുതെ കയറാനൊന്നും പറ്റൂല. ഈ ബൗണ്ടറി വാളിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾ വരണ്ട, വിട്ടു നിന്നോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് എന്താണ്, പ്രൊഹിബിഷൻ ആണ്. നിങ്ങൾ ഞാൻ നോ എന്ന് പറഞ്ഞ കാര്യങ്ങളുടെ അടുത്തേക്ക് പോലും വരരുത്. എന്നാൽ വേറെ ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയക്കണം. അപ്പൊ സ്കൂളിലെ നിയമത്തിൽ പെട്ടതാണ് സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെ ഉണ്ടാവണം അല്ലെ, പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പം ഇതെന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വര വരച്ചിട്ട് അതിനകത്ത് നിൽക്കാൻ പറയാം, അതിന്റെ പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പാടില്ല, ഈ വരന്റെ ഉള്ളിൽ മാത്രം നിൽക്കണം. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅ്തദൂഹ, നിങ്ങൾ അതിനെ ക്രോസ് ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണമെങ്കിൽ, അള്ളാഹ് കുറെ കൽപ്പനകൾ തന്നിട്ടുണ്ട്, അത് നമ്മൾ അനുസരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ചിന്ത ബുദ്ധി ഉപയോഗിക്കണം അല്ലെ. അല്ലാതെ നമ്മൾ വെറുതെ ഇമോഷൻസും ഇച്ഛകളും പിന്തുടർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനനെ അനുസരിക്കാനും ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ സാധാരണ എന്താ നടക്കുക, ഡിവോഴ്സിന്റെ തലാഖിന്റെ കേസില് ആളുകള് ഹൃദയത്തിനെ ഫോളോ ചെയ്യില്ല, ഇമോഷൻസിനെ, വികാരങ്ങളെ ഫോളോ ചെയ്യും. വികാരങ്ങളെ ഫോളോ ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കും, അത് അതിനനുസരിച്ച് പ്രവർത്തിക്കും. പക്ഷെ അള്ളാഹ് പറയുന്നു, നിങ്ങൾ ബ്രെയിൻ ഉപയോഗിക്കുക, നിങ്ങൾ എന്റെ കൽപ്പനകളെ കുറിച്ച് ശരിക്കും ബോധവാന്മാരായിരിക്കെ, എന്നിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. കാരണം ഈ തൊലാഖ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഇമോഷണൽ ഫീലിംഗിന്റെ മേലെ, ഇമോഷൻസിന്റെ മേലെ എന്തെങ്കിലും തോന്നിയ പോലെ ചെയ്യാനുള്ളതായിരിക്കും അല്ല, അത് ചിന്തിച്ച് കോൺഷ്യസ് ആയിട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഫലാ തഅ്തദൂഹ, അതൊരു ചെറിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ഈ ഒരു വാക്ക് ഭയങ്കര പവർഫുൾ ആണ്. ഇത് എന്റെ അതിരാണ്, നിങ്ങൾ ഇത് ലംഘിക്കരുത് എന്ന് അള്ളാഹു ഉറച്ച സ്വരത്തിൽ പറയാണ്. വമൻ യഅ്തദ്ദ ഹുദൂദല്ലാഹ്, ആര് അള്ളാഹുവിന്റെ ഹുദൂദുകളെ ക്രോസ് ചെയ്യുന്ന, ആര് ആ അതിരുകളെ ലംഘിക്കുന്നുവോ, ഫഉലൈക ഹുമുദ്ദാലിമൂൻ, അവരാരാണ്, ളാലിമൂനാണ്, ദുൽമ ചെയ്യുന്നവരാണ്, അനീതി ചെയ്യുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അവരാരോടാ അനീതി ചെയ്യുന്നത്, സ്വന്തത്തോട് തന്നെ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഏതൊരാളും അനീതി ചെയ്യാന്ന് പറയുമ്പോൾ അത് സ്വന്തത്തോട് തന്നെയാണ്. കാരണം നമ്മള് വേറൊരാളെ ഉപദ്രവിക്കും, ഏതെങ്കിലും രീതിയിൽ വേറൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുമ്പോൾ നമ്മളെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. എങ്ങനെയാണ്, അള്ളാഹ് ഇതാ എന്നെ ശിക്ഷിച്ചോ അല്ലെ. നമ്മൾ വേറൊരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ അപ്പുറത്തുള്ള അള്ളാഹുവിന്റെ കൽപ്പന മറികടന്നുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയുന്നത്, അള്ളാഹ് ദാ റെഡിയാ, ഞാൻ ഇവിടെ ദാ എന്നെ ശിക്ഷിച്ചോ. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അള്ളാഹിനോട് ശിക്ഷിച്ചു എന്ന് പറയുന്നത് പോലെയാണ്, നമ്മൾ സ്വയം ശിക്ഷിക്കുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ ഈ കൽപ്പനകളെ മറികടന്നാൽ. ഭയങ്കര ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണിത്. ഫഉലൈക ഹുമുദ്ദാലിമൂൻ. ദുൽമിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ, അല്ലയോ എന്റെ ഇബാദി, അബ്ദുകളെ, അടിമകളെ, നിശ്ചയമായും എന്താണ്, ഞാൻ എന്റെ നഫ്സിന്റെ മേല് ദുൽമിനെ ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ നഫ്സിന്റെ മേൽ അള്ളാഹു ദുൽമിനെ ഹറാമാക്കിയിരിക്കുന്നു. അതായത് അള്ളാഹ് ദുൽമ ചെയ്യൂല, അള്ളാഹ് ദുൽമ ചെയ്യൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ പറ്റുമോ? വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തദ്ലമു. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിലും ആ ദുൽമിനെ ഹറാമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഫലാ തദ്ലമു, നിങ്ങൾ ദുൽമ ചെയ്യരുത്.
ആളുകൾ എപ്പോഴാ ദുൽമ ചെയ്യാ, എപ്പോഴാ അനീതി ചെയ്യാ? അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അല്ലെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ, സെൽഫിഷ് ആവുമ്പോൾ, പ്രതികാര ബുദ്ധി ഉണ്ടാവുമ്പോൾ, ദേഷ്യത്തില്, വെറുപ്പില്, അസൂയയില്, അഹങ്കാരത്തില് അല്ലെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പല പല സിറ്റുവേഷൻസ് ഉണ്ട്. ആരോടാണ് ആളുകൾ പൊതുവെ അനീതി ദുൽമ ചെയ്യാം? പലപ്പോഴും നമ്മളോട് ഏറ്റവും അടുത്തുള്ള ആളുകളോടാണ് ദുൽമ ചെയ്യുക അല്ലെ. കാരണം സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരാവുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ വളരെ മര്യാദയോട് കൂടി അല്ലെ, ചിരിച്ചും സ്നേഹത്തോടു കൂടിയും അല്ലെ, എന്തൊരു മര്യാദ ആണ്, താങ്ക് യു അല്ലെ, ഗുഡ് ബൈ ഒക്കെ അവരോട് മാന്യമായിട്ട് പറയും. നമ്മളെ വീട്ടിലൊരു ജസാക്കല്ലാഹ് ഖൈർ പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. പുറത്തുള്ളവരോട് മാന്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്യും, വീട്ടിനകത്തുള്ളവരോട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇന്നലെ കൗവാമന്റെ കാര്യം പറഞ്ഞപ്പോ അല്ലെ, ഭർത്താവ് വീട്ടിലെ ലീഡർ ആണെന്ന് പറഞ്ഞപ്പോ, നമ്മളൊരു ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പ്രിൻസിപ്പൽ പറഞ്ഞത് ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ അതിനനുസരിക്കും. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ സിഇഒ പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അവർ സ്ട്രേഞ്ചർ ആണല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മള് അതിന് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിലെ അള്ളാഹ് പറഞ്ഞ കവ്വാമായ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർത്താലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈവൻ ഒരു റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് ഭക്ഷണം വിളമ്പി തരുന്ന ആ ഒരു ആളുടെ പോലും നമ്മൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറാ. താങ്ക്സ് ഒക്കെ പറയും, ടിപ്പ് കൊടുക്കും. അതിന്റെ പുറമെ ടിപ്പ് കൊടുക്കും. പക്ഷെ വീട്ടിൽ ഉമ്മയോ സഹോദരിയോ ഭക്ഷണം വിളമ്പി കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇതിൽ ഉപ്പില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഏറ്റവും അൺഫെയർ ആവുന്നത്, അനീതി കാണിക്കുന്നത്, റൂഡ് ആവുന്നത്, ഹാഷ് ആവുന്നത് ആരുടെ അടുത്താ? നമ്മളടുത്ത് ഏറ്റവും അടുത്ത ആളുകളുടെ അടുത്താ അല്ലെ. അവരുടെ അടുത്താണ് കൂടുതൽ ദുൽമ ചെയ്യാനുള്ള സാധ്യത. സുബ്ഹാനല്ലാഹ്. അതേപോലെ അവരുടെ അടുത്ത് ദുൽമ ചെയ്യുന്നത് പോലെ അവർക്ക് ഇഹ്സാൻ ചെയ്യാനുള്ള അവസരങ്ങളും നമ്മളെ അടുത്ത്, കാരണം അവർ ഫുൾ ടൈം നമ്മളെ കൂടെ ഉള്ളവരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇൽമ ചെയ്യണോ, ദുൽമ ചെയ്യണോ ഇഹ്സാൻ ചെയ്യണോ എന്നുള്ളത് നമ്മളുടെ ചോയ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ അവർ വളരെ അടുത്ത്, വളരെ ക്ലോസ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ഒരുപാട് അവകാശങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അവകാശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവര് അക്കാര്യത്തിൽ ദുൽമ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അവകാശങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവിനോട് ദുൽമ ചെയ്യുന്നത്, ഭർത്താവ് ഭാര്യയോട് ദുൽമ ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി നാളത്തെ ക്ലാസ്സിൽ തുടരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് കൊണ്ടുള്ള ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമ്മുടെ മക്കൾക്ക് അത് ശരിയായ രീതിയിൽ അറിയിച്ചു കൊടുക്കാനും അതിനനുസരിച്ച് അവർക്ക് ജീവിക്കാനും ഒക്കെയുള്ള ഒരു എളുപ്പം റബ്ബ് തരട്ടെ. കാരണം ആ എളുപ്പം ഇല്ലാന്ന് നമുക്കറിയാം. ഇപ്പൊ അതത്ര എളുപ്പമൊന്നുമല്ല അവരിലേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം തന്നു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലുത് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലെ. അപ്പൊ അള്ളാഹു അത്തരത്തില് നമുക്ക് ഈ ഒരു കാര്യം അവരിലേക്കും അടുത്ത തലമുറയിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖും റബ്ബ് തരട്ടെ. നമ്മൾക്കൊക്കെ ഈ കാര്യത്തിൽ അറിവില്ലായ്മയുടെ പേരിലും പല പല കാരണങ്ങളാൽ നമ്മളിൽ നിന്നൊക്കെ വന്നു പോയ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. തൗബ ചെയ്ത് മടങ്ങേണ്ട കാര്യങ്ങളൊക്കെ തൗബ ചെയ്ത് മടങ്ങുക തന്നെ ചെയ്യാം. അതുപോലെ നമ്മളോട് ചെയ്യപ്പെടുന്ന ഒരുപാട് അനീതികൾ ഉണ്ടാവും ഒരു പക്ഷേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമമായ നീതി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാങ്ങിത്തരും. അള്ളാഹു അൽ ഹക്കീമാണ് അല്ലെ. അപ്പം അതിലുള്ള പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ട. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദാമ്പത്യം എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയുള്ള അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള ഒരു ഒരു സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഒരു ചാൻസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിക്മത്തും തൗഫീഖും ഒക്കെ റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.